എല്ലാവർക്കും ഗ്രേറ്റ് മോർണിംഗ്. അഗെയിൻ നമ്മൾ ഗൈഡഡ് ടോക്കിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വീക്കിൽ കുറച്ച് ഡെപ്തിലുള്ള സ്റ്റിൽനെസ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വിസിറ്റായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇന്ന് സെഷനിൽ പോണ മുന്നേ ഇന്ന് ഗൈഡഡ് ജേർണി ഉള്ള ഡേ കൂടിയാണ്. അപ്പം നമ്മളെ കോച്ച് റാനിയ വളരെ ഒഴുക്കോട് കൂടിയിട്ട് ആളുടെ ആ ഒരു എക്സ്പീരിയൻസസ് വിത്ത് GCTP ഒരു ട്രെയിനർ ആകുന്നതിലേക്കുള്ള എവല്യൂഷണറി ജേർണി അത് വളരെ ഭംഗിയിൽ പറഞ്ഞു. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യമായിരുന്നു, ഒരു കോച്ചാവുക എന്ന് പറഞ്ഞാൽ കുറേ മറ്റുള്ളവരെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ടൂൾ കിറ്റ് കയ്യിൽ കിട്ടുക എന്നതിനപ്പുറത്തേക്ക് ഒരു കോച്ചായി മാറുന്നതിനിടയിൽ ആദ്യം നമ്മൾ ഗൈഡഡ് കോഡ് ചെയ്യുമ്പോൾ തന്നെ അതിലൂടെ തന്നെ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഒരാൾ അനുഭവിച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ പോയി വീണ്ടും ഒരു മെൻറ്റർ അടുത്തിരുന്നിട്ട് 1-on-1 ആയി തന്നെ അത് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ഒരു കോച്ചാവാന്ന് പറയുമ്പോഴാണ് എക്സ്പീരിയൻസ് ആണ് ഒരാളെ ഏറ്റവും നല്ല കോച്ചാക്കി മാറ്റുന്നത് എന്നുള്ളതാണ്. സെൽഫ് എവല്യൂഷണറി എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തിൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാര്യമില്ലാത്ത ഒരു സ്കില്ലുകളിൽപ്പെട്ട ഒരു സ്കില്ലാണ്, ഒരു ഏരിയയാണ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ. സർട്ടിഫിക്കറ്റ്സ് ഒന്നും വേണ്ട എന്നുള്ളതല്ല, പക്ഷെ അതിൻ്റെ മീതെയാണ് ഒരാളുടെ എക്സ്പീരിയൻസ് ഇൻ ദ കോച്ചിങ് എന്ന് പറഞ്ഞാൽ. കുറേ എസ്പയറിങ് കോച്ചസ് ഉണ്ടെങ്കിൽ അവർക്ക് പലപ്പോഴും നമ്മളുടെ കോച്ചസിൻ്റെ ഈ ഗൈഡഡ് ജേർണി യൂസ്ഫുൾ ആവാറുണ്ടെന്ന് കേട്ടതിലൊക്കെ സന്തോഷം. എനിവേ റാനിയക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റട്ടെ. വളരെ സുന്ദരമായിട്ട് ഒരു ഒഴുക്കോട് കൂടിയിട്ട് സംസാരിച്ചിട്ട് ആളുകളുടെ ഹൃദയത്തിലേക്ക് വെളിച്ചിട്ട് കൊടുക്കാനും സാധിക്കട്ടെ. മാറ്റം, പരിവർത്തനം എന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് എല്ലാ മനുഷ്യന്മാർക്കുള്ളിലും വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തെ ഉണർത്തുക എന്നത് മാത്രമേ ഒരു കോച്ച് ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്നുള്ളതാണ്. ഈവൻ കൗൺസിലിങ്ങിൽ പോലും പറയാറുണ്ട്, കൗൺസിലർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൻ്റെ ഉപദേശം മറ്റൊരാളെ അടിച്ചേൽപ്പിക്കലല്ല. ആരാണോ ക്ലയൻറ്റ് അവർക്കുള്ളിൽ തന്നെയുള്ള ഉത്തരങ്ങൾ, അവർക്കുള്ളിൽ തന്നെയുള്ള സജഷനുകൾ അവർക്ക് തന്നെ എടുക്കാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഞാൻ കുറേ കോച്ചസിനെ കാണുന്നുണ്ട്. കോച്ചസ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും. ഒന്നുകിൽ കഴിഞ്ഞ നിങ്ങളുടെ ഗൈഡഡ് സിറ്റിങ്ങിൻ്റെ ഇമ്പാക്റ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ഒരുപാട് കോച്ചസിനെ ഒരുമിച്ച് ഇങ്ങനെ കാണാൻ പറ്റിയതിലും സന്തോഷം. ഇപ്പോൾ റാനിയയുടെ എക്സ്പീരിയൻസിലൂടെ പോകുമ്പം ഇവിടെയുള്ള കോച്ചസൊക്കെ പലപ്പോഴും നിങ്ങളുടെ കോച്ചിങ് പീരീഡിലൂടെയും കുറച്ചൊന്ന് കണ്ണോടിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഓക്കെ, നമ്മൾ റീസെൻറ്റ് ബാച്ച് കോച്ചസ് ഒക്കെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവരും കാണാൻ പറ്റിയതിൽ സന്തോഷം എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻസിലേക്ക് വരാം എന്നുള്ളതാണ്. ഇതിൽ ഞാൻ പറയാറുണ്ട്, ഗൈഡഡ് ടോക്ക് ഒരിക്കലും ഒരു പ്ലാൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ല, ഒരു പ്ലാൻഡ് സെഷൻ അല്ല. ഗൈഡഡ് ടോക്ക് ഹാപ്പൻസ് ആക്ച്വലി ഗൈഡഡ് ആയിട്ട് തന്നെ സംഭവിക്കുന്ന, ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഗൈഡഡ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ടോപ്പിക്സിൽ പോകുന്ന ഡെപ്തിലുള്ള ഡിസ്കഷൻസ് പൊതുവെ ഉണ്ടാവാറെന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇന്ന് എനിക്ക് വിഷയത്തിലേക്ക് എന്നെ ചൂണ്ടിക്കാണിച്ചത് ശരിക്കും റാനിയയുടെ ടോക്ക് തന്നെയാണ്. ഒരുപാട് സന്തോഷം. റാനിയയുടെ സംസാരത്തിൻ്റെ ഇടയിൽ ഒരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വിവരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, പക്ഷേ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദാറ്റ് ഈസ് റിയലി അമേസിങ്. ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത എന്നാൽ എക്സ്പീരിയൻസ് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില മൊമെൻറ്റുകളുണ്ട്, ചില ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. കാരണം അത്തരം മൊമെൻറ്റുകളെ പറ്റി പൊതുവേ പറയാറുള്ളത്, അത്തരം മൊമെൻറ്റുകൾ ദോസ് മൊമെൻറ്റ്സ് ആർ ഈക്വൽ ടു ദ മൊമെൻറ്റ്സ് വിത്ത് ദ ഗോഡ് എന്നാണ് പറയാറുള്ളത്. ദൈവവുമായിട്ട് ഇരിക്കുന്ന നിമിഷങ്ങൾക്ക് സമാനമാണ് വർണ്ണിക്കാൻ പറ്റാത്ത, വിവരിക്കാൻ പറ്റാത്ത മൊമെൻറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ട്രസ് ലെനയുടെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവർ പറയുന്നുണ്ട്, 2004 അവർ അന്വേഷണത്തിന് ഒക്കെ കംപ്ലീഷൻ എന്ന രീതിയിൽ അവർ എന്താണ് ആക്ച്വലി ഡിവിനിറ്റി എന്നതും എന്താണ് ആക്ച്വലി സ്പിരിച്വാലിറ്റി എന്നും അവരുടേതായ രീതിയിൽ ഓരോരുത്തർക്കും ഓരോ വഴികളാണ്. വി കനോട്ട് ജഡ്ജ് എനി പേഴ്സൺസ് വേ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എൻ്റെതായ രീതിയിൽ ഞാൻ ഒരു ട്രൂത്ത് എന്ന സംഭവം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു 2004. പക്ഷേ അത് ആ എക്സ്പീരിയൻസ് ചെയ്ത സംഭവത്തെ ലോകത്തിന് ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമാക്കി സിമ്പിളാക്കിയിട്ട് 5 ചോദ്യങ്ങളിലൂടെ ഉത്തരമാക്കിയിട്ട് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് 16 വർഷം വേണ്ടി വന്നു. അതായത് അറിഞ്ഞതെന്താണോ അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ പരിശീലിക്കായിരുന്നു കഴിഞ്ഞ 16 വർഷം വന്ന്. ഇവിടെയാണ് ഞാൻ റൂമിയുടെ ഒരു കോട്ടിലും കാണുന്നുണ്ട്. റൂമി പറയുന്നുണ്ട്, ഒരൊറ്റ നിമിഷം, ദൈവവുമായി ഒത്തിട്ടുള്ള ഒരൊറ്റ നിമിഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് യുഗങ്ങൾക്ക്, ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മീതെയാണ് ഒരൊറ്റ നിമിഷം എന്ന് പറഞ്ഞത്. തെബരീസി എന്ന ഗുരുവിൻ്റെ കൂടെയൊക്കെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് റൂമി സ്പെൻഡ് ചെയ്തത്. പക്ഷെ എന്നിട്ട് പോലും ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഒരുപാട് ആഴത്തിലുള്ള കവിതകൾ,
റൂമി എഴുതി ഇപ്പോഴും വിവരിച്ച് തീർക്കാൻ പറ്റാത്ത അത്രയും കവിതകളൊക്കെ റൂമി എഴുതി എന്ന് പറയുമ്പം സച്ച് മൊമെൻറ്റ്സ്, ചില മൊമെൻറ്റുകളുണ്ട് നമുക്കത് വിവരിക്കാൻ പറ്റില്ല, വർണ്ണിക്കാൻ പറ്റില്ല, പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യാനേ വേണ്ടി പറ്റുള്ളൂ. അങ്ങനത്തെ മൊമെൻറ്റുകൾ ഒരിക്കലെങ്കിലും നമ്മളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ മറന്നു പോകാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ ഇവിടെ റാനിയ സംസാരിക്കും, ഞാനിങ്ങനെ ചിന്തിക്കുന്നത് എൻ്റെ കോച്ചസിനെ പറ്റിയിട്ടാണ്. അവർക്ക് GCTPയിൽ അത്തരം മൊമെൻറ്റുകൾ ഒരുപാടുണ്ടാവും. അത്തരം മൊമെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ മാത്രം അറിയാൻ വേണ്ടിയിട്ട് ദിവസങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അത് വർഷങ്ങൾ കഴിയുന്നതോട് കൂടിയിട്ട് ആ മൊമെൻറ്റ് നശിച്ചൊന്നും പോണില്ല. ഒരിക്കൽ എക്സ്പീരിയൻസ് ചെയ്ത മൊമെൻറ്റ് അവിടെ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വന്ന വഴിയിലൂടെ ഒന്നുകൂടി സഞ്ചരിക്കുമ്പോൾ ഒന്നുകൂടി ഒന്നല്ല, ചിലപ്പോൾ അത്തരം മൊമെൻറ്റുകൾ ഒരിക്കലാണ് സംഭവിച്ചെങ്കിൽ ആ മൊമെൻറ്റുകളിലൂടെ നമുക്ക് ഓർമ്മകളിലൂടെ ആവർത്തിച്ച് നടക്കൽ അത്യാവശ്യമായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ സാന്റിയാഗോനെ കണ്ടില്ലേ? സാന്റിയാഗോക്ക് സംഭവിച്ചത്, സാന്റിയാഗോ ഒരു സ്വപ്നം ഇങ്ങനെ 2-3 തവണ കാണാണ്. പക്ഷേ ആ സ്വപ്നത്തിൻ്റെ പിറകെ പോകണമെന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിട്ട് മനസ്സോടൊന്ന് ഇറങ്ങി നോക്കി. പക്ഷെ ഇറങ്ങി നോക്കിയപ്പോഴേക്ക് മെൽഷിഡേക്ക് രാജാവ് വന്നിട്ട് സാന്റിയാഗോയുടെ ജീവിതത്തിൽ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത, എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത, ആളുകൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നു തോന്നാത്ത ഒരു എക്സ്പീരിയൻസ് സാന്റിയാഗോനുണ്ടായി. ഒരു കൈൻഡ് ഓഫ് സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് പോലെ മെൽഷിഡേക്ക് രാജാവ് ഒരു വട്ടം വരച്ചിട്ട് അതിനകത്ത് അവൻ്റെ എല്ലാം കാണിച്ചു കൊടുത്തപ്പം ഇത് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലുണ്ടായ അനുഭവമാണ്, ഒരൊറ്റ മൊമെൻ്റാണ്. പക്ഷെ ആ മൊമെൻ്റ് അവൻ ആരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റൂല, ആരും പറഞ്ഞാൽ വിശ്വസിക്കൂല, പക്ഷെ അവൻ മാത്രം അനുഭവിച്ച ചില മൊമെൻറ്റുകളാണ്. ആ മൊമെൻറ്റിൽ നിന്നുകൊണ്ട് മെൽഷിഡേക്ക് രാജാവ് പറഞ്ഞതാണ്, ഒരുവൻ ആരും ആയിക്കൊള്ളട്ടെ, അവൻ തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ അത് നടത്തി കൊടുക്കാൻ ഈ പ്രപഞ്ച ശക്തി മുഴുവൻ അവൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയുമ്പം ആ മൊമെൻറ്റിനെ, ആ യാത്രയിലുടനീളം സാന്റിയാഗോ അവൻ്റെ ഊർജ്ജം ചോർന്നു പോകുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും ആ മൊമെൻറ്റിലൂടെ അവൻ നടക്കാറുണ്ടായിരുന്നു. ഇവിടെയാണ് ചില മൊമെൻറ്റുകളിലൂടെ നമ്മൾ ആവർത്തിച്ച് നടക്കണം. കാരണം ആ മൊമെൻറ്റുകളിൽ ആയിരിക്കും നമ്മളുടെ ഇൻറ്റൻഷൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് ആക്സ് ചെയ്യാൻ വേണ്ടി പറ്റാന്നുള്ള. ഈ ഫെയ്ത്ത് ചോർന്നു പോകുമ്പോൾ ഈ മോട്ടിവേഷനൊക്കെ ഉള്ളുന്നാണ് വരേണ്ടതെന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി നമ്മൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മോട്ടിവേറ്റിംഗ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ വിവരിക്കാൻ പറ്റാത്ത, വർണ്ണിക്കാൻ പറ്റാത്ത ചില മൊമെൻറ്റുകൾ നമ്മൾ വിറ്റ്നസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾക്കൊക്കെ ഒരു തവണയൊന്നല്ല, സാന്റിയാഗോ ആ മെൽഷിഡേക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ എത്ര തവണ വീണ്ടും വീണ്ടും ആ യാത്രയിൽ സ്മരിക്കുന്നുണ്ടെന്ന് ആ കഥയിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴേക്കൊന്ന് താഴോട്ട് പോകുമ്പോഴേക്ക് ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, എന്ത് തന്നെ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത, ആ ജിപ്സി തള്ളയുടെ അടുത്തൊക്കെ പോയ സമയത്ത് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ട്രിക്കി ആയിരിക്കാം, ഗിമ്മിക്കായിരിക്കാം ഒക്കെ. പക്ഷെ മെൽഷിഡേക്ക് രാജാവ് മുത്തുള്ള മൊമെൻ്റ് ഒരിക്കലും സാന്റിയാഗോനൊരു ട്രിക്കി ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു മൊമെൻ്ററി എക്സ്പീരിയൻസ് ആയിരുന്നു സാന്റിയാഗോക്ക് അവിടെ നിന്നുണ്ടായത്. അതുകൊണ്ട് ആ കഥ മുഴുവനും നിധി തേടി നടക്കുന്നവരെ, നിധി അന്വേഷിച്ച് നടക്കുന്നവർക്കൊക്കെ ഒരു പാഠമാണ്. നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും ഒക്കെ ഒരു അന്വേഷണത്തിലാണ്. എന്ത് അന്വേഷണത്തിലാണെന്ന് ചിലർക്കറിയാം, ചിലർക്ക് എന്താ അന്വേഷിക്കുന്നതെന്നൊന്നും അറിയില്ല. കൺമുന്നിൽ ഇപ്പോഴത്തെ അന്വേഷണം ചിലപ്പം ഭേദപ്പെട്ട ജോലിയും ഭേദപ്പെട്ട സാമ്പത്തിക സ്ഥിതിയും അല്ലെങ്കിൽ മെച്ചപ്പെട്ടിട്ടുള്ള കുടുംബ സാഹചര്യമൊക്കെ ആണെങ്കിൽ കൂടി അതിൻ്റെയൊക്കെ പിറകിൽ അതൊക്കെ തന്നിട്ട് അതിലേക്കൊക്കെ കൊതിപ്പിച്ചിട്ട് അതിലേക്കൊക്കെ ദാഹിപ്പിച്ചിട്ട് അതിൻ്റെ പിറകെ നടത്തുന്നതിലൂടെ, അതിൻ്റെ പിറകെ നമ്മളെ നടത്തുന്നതിലൂടെ നമ്മളെ മുന്നേ നടന്നവൻ, നമ്മളെ നടത്തിക്കുന്നവന് വേറെ ചില ഉദ്ദേശങ്ങൾ കൂടിയുണ്ട്. ചിലർക്കത് മനസ്സിലാക്കാൻ പറ്റും, ചിലർക്കത് മനസ്സിലാക്കാൻ പറ്റൂല. മനസ്സിലാക്കാൻ പറ്റിയാലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു കാര്യം നമ്മൾ ഉള്ളുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. ഇതിനൊക്കെ പിറകിൽ നമ്മളൊരു അന്വേഷിയാണ്, നമ്മളൊരു സീക്കറാണ്, നമ്മൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ലെനയോട് ചോദിച്ചപ്പം ലെന പറയുന്നുണ്ട്, നിങ്ങൾ ദൈവവിശ്വാസിയാണോ എന്ന് ചോദിക്കുമ്പം ലെന പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, പക്ഷേ ഞാൻ ദൈവത്തെ അന്വേഷിക്കുകയാണ്, ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ട് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്വേഷിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് കൂടുതൽ അറിയാൻ വേണ്ടി പറ്റുക. അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നാണല്ലോ. അപ്പോൾ എന്ത് കണ്ടെത്താൻ പറ്റുമെന്ന് വെച്ചാൽ ദൈവത്തെ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് തന്നെ, നമ്മൾ ഈ കുഞ്ഞു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പരിപൂർണതയിൽ അങ്ങ് മനസ്സിലാക്കുക, പരിപൂർണതയിൽ അങ്ങ് അറിയുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ പരിമിതി ഏതാണോ, ആ പരിമിതിയുടെ പരിപൂർണത ഏതാണോ അതിൽ നിന്നുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും കണ്ടെത്താനും വേണ്ടി പറ്റുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ വലിപ്പത്തിനും നമ്മുടെ ബോധത്തിനും അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് ലെറ്റ്സ് എക്സ്പ്ലോർ, ലെറ്റ്സ് എക്സ്പീരിയൻസ് ദ ഡിവിനിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ഡിവിനിറ്റി പലപ്പോഴും ദൈവത്തെ ദൈവമായി തന്നെ ആയിരിക്കില്ല എല്ലാവരും മറന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പം ദൈവികമായ ചില മൊമെൻറ്റിലൂടെ നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ചില ഡിവൈൻ മൊമെൻറ്റുകൾ ഉണ്ടായിരിക്കും. അത്തരം മൊമെൻറ്റുകൾ ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ സംഭവിക്കാനിരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭവിക്കുന്നതിൽ നമുക്ക് നമ്മൾ അറിയാൻ പറ്റുന്ന മൊമെൻ്റ് ആയിരിക്കും അത്. നമ്മളെ കുറച്ചുകൂടി ആഴത്തിൽ വ്യക്തതയിൽ മനസ്സിലാക്കാൻ പറ്റിയ ചില മൊമെൻ്റ് ആയിരിക്കും അത്. നമ്മുടെ എല്ലാ കൺഫ്യൂഷൻസും, നമ്മുടെ എല്ലാ ഡൗട്ടും, നമ്മുടെ എല്ലാ ഫിയറുകളും കുറച്ച് സമയത്തേക്ക് മാഞ്ഞു പോയ
ഒരു മൊമെൻ്റ് ആയിരിക്കും അത്. കാരണം വെളിച്ചം വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുട്ട് എന്ന് പറഞ്ഞ സംഭവമില്ല. ഇരുട്ടിൽ നിന്നുമാണ് ഭയം, സംശയം എന്ന സംഭവങ്ങളൊക്കെ വന്ന് നിൽക്കുക. ഇതെല്ലാം മാറിയിട്ട് വെളിച്ചം പരിപൂർണമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ചില മൊമെൻ്റ് ആയിരിക്കും അത്. ആ വെളിച്ചത്തിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് സെക്കൻഡിലേക്കെങ്കിലും നമ്മുടെ കൺമുന്നിലുള്ള കാഴ്ചകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളെ ഡെസ്റ്റിനേഷനെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഗോളിനെ ചിലപ്പോൾ ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും ഒരു സ്പാർക്ക് പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോഴേക്ക് വീണ്ടും ആ മൊമെൻറ്റ് മാറുമ്പോഴേക്ക് അവിടെ വീണ്ടും മങ്ങലുകളും ഫോക്സും ഒക്കെ വന്ന് മിസ്റ്റും ഫോക്സും ഒക്കെ വന്നിട്ട് വീണ്ടും സംശയങ്ങളും ഭയങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് സാന്റിയാഗോരും പഠിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സാന്റിയാഗോക്ക് ക്ലിയറായിട്ട് ചില സമയത്ത് കാണുന്നുണ്ട് അവന് ഈജിപ്തിൻ്റെ അവിടെ എത്തണം, അവന് പിരമിഡിൻ്റെ അടുത്തെത്തണം, അവന് തീർച്ചയായിട്ടും ഒരു നിധി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് 100% ക്രിസ്റ്റൽ ക്ലിയർ ഫീലിങ്ങിൽ കിട്ടുമ്പോഴാണ് അവൻ്റെ ഇതുവരെയുള്ള സമ്പാദ്യമാകുന്ന ആട്ടിൻപറ്റങ്ങൾ മുഴുവനും വിറ്റിട്ട് അവനതിനിറങ്ങി തിരിക്കാനുള്ള കാരണം കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് അവനത് കണ്ടു. നോക്കിയേ, നമ്മുടെ ഹൃദയം രഹസ്യം കുറേ നേരത്തേക്ക് കാണിച്ചല്ല, ഈ മാസം കാണുന്നത് പോലെയൊക്കെയാണ്, കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് നിന്നിട്ട് അങ്ങ് മാഞ്ഞു പോകും. അപ്പോൾ സത്യം എന്നത് കുറേ നേരം നമ്മളുടെ മനോമണ്ഡലത്തിൽ, ആത്മമണ്ഡലത്തിലല്ല മനോമണ്ഡലത്തിൽ കുറച്ച് സമയം മാത്രമേ സത്യം ഇങ്ങനെ നിൽക്കുള്ളൂ. സത്യം ഒരു വരിയോ 2 അക്ഷരത്തിലോ 3 വാക്കിലോ മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. കാരണം സത്യത്തിന് കുറച്ച് സ്ഥലം മതി, സത്യത്തിന് കുറച്ച് വരികൾ മതി എന്നുള്ളതാണ്. അതേ സമയത്ത് നമ്മളെ സംശയത്തിലും നമ്മളെ ഭയത്തിനും നമ്മുടെ മിഥ്യാബോധത്തിനൊക്കെ ഒരുപാട് ചിന്തിക്കണം, ഒരുപാട് എക്സ്പ്ലനേഷൻ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസ്, ഒരുപാട് ഡീറ്റെയിലിങ് ഒക്കെ ആവശ്യമായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ സത്യത്തിൻ്റെ പിറകെ ആയിരിക്കും നിങ്ങൾ പോണത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന അവസ്ഥ സത്യത്തിലല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അത്രത്തോളം ഡീറ്റെയിലിങ്ങും അത്രത്തോളം ക്ലാരിറ്റിയും അത്രത്തോളം കൺഫ്യൂഷൻസും ആക്ച്വലി നിറഞ്ഞു നിൽക്കുന്നുള്ളതാണ്. അത് വേണ്ടാന്നൊന്നും പറയില്ല, അത് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ചില മൊമെൻറ്റുകളുണ്ട് സത്യം റിവീൽ ചെയ്യുന്നത്, സത്യത്തിൻ്റെ കട തുറക്കുന്ന, സത്യം മറ നീക്കുന്ന ചില മൊമെൻറ്റുകളുണ്ട്. അത്തരം മൊമെൻറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഊർജ്ജമായിട്ട് ദൈവമായി തന്നെ നമ്മൾ അതിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദൈവമായി തന്നെ അത്തരം ചില മൊമെൻറ്റുകൾ കൊണ്ടുതരും. ആ മൊമെൻറ്റുകളെയാണ് നമ്മൾ പറഞ്ഞത് വിവരിക്കാൻ പറ്റാത്ത, വർണ്ണിക്കാൻ പറ്റാത്ത, ചിലപ്പോൾ നമ്മുടെ കുഞ്ഞു ബോധത്തിന് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ചില അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അതിലെപ്പോഴും നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റില്ല, അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. ഈ അടുത്തിടെ ഞാൻ മെൻ്റലിസ്റ്റ് ആദ്യം കേട്ട സമയത്ത് കുറേ മുന്നേയുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടോ. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമുക്ക് എവിടെയാണ് ഇൻസ്പിറേഷനോ നമുക്ക് എവിടെയാണ് മോട്ടിവേഷനൊക്കെ ആവശ്യമായിട്ട് ഏറ്റവും വെച്ചാൽ കുറച്ച് മതി, അത് വളരെ കുറച്ച് മതി, കൂടുതലല്ല, കൂടുതൽ അത് എന്നല്ല, അത് വളരെ കുറച്ച് മതി. ആ കുറച്ച് കിട്ടുന്ന കാര്യത്തെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചാൽ മതി എന്നുള്ളൂ. അത് നമ്മളെടുത്ത് ഉപയോഗിക്കുക എന്നല്ല, വേറൊരാൾ വന്ന് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ ഗൈഡ് ടോക്ക് ആണെങ്കിൽ നമുക്ക് ഡെയിലി ഗൈഡ് ടോക്ക് വേണ്ട, നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഗൈഡ് ടോക്ക് മതി. ഈ ഗൈഡ് ടോക്ക് മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ, ഉപദേശം, സജഷൻസ് എന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മളുടെ ഈ സോൾ ക്ലാരിറ്റിയിലേക്ക് നമ്മളെ പ്ലഗ് ഇൻ ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾക്ക് അങ്ങനത്തെ മൊമെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ടോ, നിങ്ങൾ തന്നെ ഒന്ന് അന്വേഷിച്ച് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, വിവരണങ്ങൾക്ക് അതീതമായിട്ടുള്ള മൊമെൻ്റ് ഏതായിരുന്നു? എനിക്കതിപ്പോഴും പറയാൻ വേണ്ടി പറ്റുന്നില്ല, എനിക്കത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇപ്പോൾ ഇവിടുത്തെ നമ്മളെ ഗൈഡഡ് കോഡ് പ്രോഗ്രാമോ, അല്ലെങ്കിൽ ഇപ്പോൾ രാജ്ഞ പറഞ്ഞ പോലെ GCTP പ്രോഗ്രാമോ, ഇനിയിപ്പോൾ തൊട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കഴിഞ്ഞ റൂമിനേറ്റ് പ്രോഗ്രാമോ, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം തുടങ്ങി വെച്ച എല്ലാ മാസങ്ങളിലും നടക്കാൻ പോകുന്ന റൂമി നൈറ്റ് പ്രോഗ്രാമോ, അല്ലെങ്കിൽ ഇപ്പോൾ GT തന്നെ ആവട്ടെ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാനെടുത്ത GT സെഷൻ ആവട്ടെ, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്തോ ഒരു സംഭവമുണ്ട്. എന്തോ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് പലതിനും പലതും വെച്ചാൽ അത് അങ്ങനെ ഇങ്ങനെ എന്ന് പറയാം. പക്ഷേ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തോ ഒന്നുണ്ട്. പക്ഷേ അത് നമുക്ക് ചില സമയത്ത് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അടുത്ത് പോയിട്ട് ഒരാൾ ചോദിക്കുക കഴിഞ്ഞ GTയിൽ എന്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പം പറഞ്ഞങ്ങ് ഒപ്പിക്കാൻ വേണ്ടി പറ്റില്ല. അത് നമ്മളെ മനസ്സൊന്നും മാഞ്ഞു പോയത് കൊണ്ടല്ല, നമ്മുടെ മനോമണ്ഡലത്തിൽ കുറച്ച് നേരത്തേക്ക് വാക്കുകളായിട്ട്, വരികളായിട്ട്, വാചകങ്ങളായിട്ട്, കഥകളൊക്കെ ആയിട്ട് എഴുതി വെക്കുന്ന കാര്യത്തിനപ്പുറത്തേക്ക് നമ്മുടെ വെളിച്ചത്തിൻ്റെ തലത്തിൽ, നമ്മുടെ ആത്മാവിൻ്റെ തലത്തിൽ, നമ്മുടെ ഊർജ്ജത്തിൻ്റെ തലത്തിൽ അതെന്തൊക്കെയോ പ്രതിഭാസങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രിയോറിറ്റി വരുന്നത് കൊണ്ടാണ് നമുക്കിത് അത്ര എളുപ്പത്തിൽ വിവരിക്കാനും വർണ്ണിക്കാനും പറ്റാത്തത്. ദാറ്റ് മീൻസ് ബോധത്തിൻ്റെ അപ്പുറത്തേക്ക്, ബോധം എന്ന തലത്തിനപ്പുറത്തേക്ക്, മനസ്സ് എന്ന തലത്തിനപ്പുറത്തേക്ക്, അതിൻ്റെ മീതിയുള്ള മെറ്റാഫിസിക്കൽ എന്ന് പറഞ്ഞ അതിഭൗതിക തലം എന്ന് പറഞ്ഞ തലത്തിലേക്ക് നമ്മുടെ ബോധത്തെ പായിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് കുറച്ച് സമയത്തേക്കെങ്കിലും നമുക്ക് ആക്ച്വലി അത്രയ്ക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ മൊമെൻറ്റുകളെ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ മൊമെൻറ്റുകളെ നമ്മൾ വീണ്ടും ഒന്ന് സ്മരിക്കുക. അതിലെന്ത് പറഞ്ഞു എന്നുള്ളതല്ല സ്മരിക്കേണ്ടത്, ആ മൊമെൻറ്റിൽ എനിക്കെന്ത് ഫീൽ ചെയ്തു എന്നുള്ളതിനെ നമ്മൾ വീണ്ടും വീണ്ടും സ്മരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കുള്ളിലെ സത്യത്തെ നമുക്ക് ആളി കത്തിക്കാൻ വേണ്ടി പറ്റും. എപ്പോഴും കേട്ട ക്ലാസ്സിൻ്റെ റിവ്യൂ മൊത്തം ഓർത്തിട്ടല്ല നമ്മൾ ധ്യാനിക്കേണ്ടത്.
ചില മൊമെൻറ്റുകളിൽ ക്ലാസ്സിനൊക്കെ അപ്പുറത്തേക്ക് അവിടെ അനുഭവിച്ചൊരു വൈബ്രേഷനും അവിടെ നമുക്ക് കിട്ടിയൊരു ഫീലിങ്ങും ആ ഫീലിങ്ങിനെ ഉണർത്താൻ വേണ്ടി നോക്കാം. ആ ഫീലിങ്ങിലൂടെ വീണ്ടും സഞ്ചരിക്കാൻ വേണ്ടി നോക്കാം. ആ അനുഭൂതിയിലൂടെ വീണ്ടും കടന്നു നോക്കാൻ വേണ്ടി നോക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പ്രണയിനി, അവളെ ഞാൻ കഴിഞ്ഞ വീക്കിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു അവളെ മീറ്റ് ചെയ്തപ്പോൾ? ഞാൻ കുറച്ചു നേരം സംസാരിച്ചു. എൻ്റെ കൂട്ടുകാരൻ ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു അവളെ കണ്ടപ്പോൾ എന്ന് ചോദിച്ചാൽ, എനിക്ക് ചിലപ്പോൾ നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. എടാ മോനെ, അത് എൻ്റെ കയ്യിൽ നിന്നും പോയി. അപ്പോൾ എനിക്ക് അതൊരു ഭയങ്കര സംഭവമായിരുന്നു. അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലിംഗാണ്. അല്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് എന്ന് പറയാൻ, നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഭാവി പരിപാടിയെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങളൊരു ചായ കുടിച്ചിട്ടുണ്ടായിരിക്കും, അതിൻ്റെ ഇടയിൽ കുറച്ച് തമാശ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ തന്നെയല്ലേ നമുക്ക് പറഞ്ഞുതരാൻ പാകത്തിനുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. അല്ലെ, അതൊന്നല്ല, എനിക്ക് അതൊന്നല്ല ഇപ്പോൾ പറയാൻ തോന്നുന്നത്. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് അതൊരു സംഭവമാണ്. അതെന്ത് സംഭവമാടാ പറയാടാ എന്ന് പറഞ്ഞാൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ മൊമെൻറ്റ് ഞാൻ കഴിഞ്ഞ് വീട്ടിൽ പോയി നോക്കിയാലും ചായ കുടിച്ചതോ നമ്മൾ സംസാരിച്ചതിനൊക്കെ അപ്പുറത്തേക്കും ഞാൻ അതിനെ അയവിറക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആ ഒരു മൊമെൻറ്റിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട്. ആ ഫീലിങ്ങിനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമ്പം, ആ വൈബ്രേഷൻസിനെ നമുക്ക് വീണ്ടും അതിൽ റിലീവ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ മൊമെൻറ്റ്സ് ആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ആ കാര്യത്തിൽ നമ്മൾ പ്രാവീണ്യം നേടുകയാണെങ്കിൽ, ആ വിഷയത്തിൽ നമ്മൾ മാസ്റ്ററി നേടുകയാണെങ്കിൽ, ആക്ച്വലി അവിടുത്തെ സോൾ മൊമെൻറ്റിനെയാണ് നമ്മൾ റീആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൂമി പറയുന്നില്ലേ, നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും അവിടുത്തെ സോളായിട്ട് മാറ്റണമെന്ന്. അപ്പോൾ ആ സോൾ എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന ചില ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളെ എക്സ്പീരിയൻസുകൾ നമുക്ക് കഴിഞ്ഞാലും നമുക്ക് ആ സോൾ മൊമെൻറ്റുകളെ തന്നെ റീആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മളിലെ സോൾ വൈബ്രേഷൻ, നമ്മളെ സോളാണ് അവിടെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ മൊമെൻറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ തിരിച്ച് നടക്കണം. കോച്ചസിനോട് എപ്പോഴും സജസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം, നിങ്ങളുടെ GCTP ഡേയ്സിലൂടെ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കണം. അതിലെ വിസ്ഡംസിലൂടെ അല്ല. ആ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ലൈഫിൽ വ്യക്തതയിൽ ട്രൂ ആകുന്ന നമ്മളെ, ട്രൂത്തിൽ നിൽക്കുന്ന നമ്മളിങ്ങനെ കണ്ട മൊമെൻറ്റ്സ് ആയിരിക്കും എന്നുള്ളതാണ്. ചില മൊമെൻറ്റ്സ് ഉണ്ട്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ GCയിലൂടെ ഗൈഡഡ് കോഡ് വർക്ക്ഷോപ്പ് ചെയ്ത് കോഴ്സ് ചെയ്ത മെജോറിറ്റി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരും പറയാറുണ്ടല്ലോ, GCക്ക് മുന്നേ ഒരു ലൈഫായിരുന്നു, GCക്ക് ശേഷം വേറൊരു ലൈഫായിരുന്നു, ബിഫോർ GC ആഫ്റ്റർ GC. ഞാനിത് കേട്ട് മടുത്ത ഒരു സംഭവമാണ്. അപ്പം ഈ ബിഫോർ GC ആഫ്റ്റർ GC എന്ന് പറയുമ്പോൾ ആ GCയിലൂടെ പോകുമ്പോൾ ആ ട്രാൻസിഷൻ സംഭവിച്ചു. GCക്ക് മുന്നേ ഉള്ള നമ്മൾ, GCക്ക് ശേഷമുള്ള നമ്മളെന്ന്. അപ്പോൾ ആ GCക്ക് ശേഷമുള്ള നമ്മളിലേക്ക് നടന്ന ട്രാൻസിഷൻ GCയിലാണെങ്കിൽ, ആ GC മൊമെൻറ്റുകൾ നമ്മൾ വീണ്ടും 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 റീക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സാക്ട്ലി നമുക്ക് ആ ട്രാൻസിഷൻ്റെ അടുത്ത ഫേസിലേക്ക് അത് നയിക്കും. പക്ഷേ ഈ പോസ്റ്റ് GCയിലേക്ക് എത്തുമ്പോഴേക്ക്, ആഫ്റ്റർ GCയിലേക്ക് എത്തുമ്പോഴേക്ക് ആ ട്രാൻസിഷൻ കഴിഞ്ഞു എന്ന് കരുതി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ GC എന്ന് പറയുന്നത് ഒരു നല്ല മെമ്മറി മാത്രമായിട്ട് അവിടെ കിടക്കും. പക്ഷെ അതിൻ്റെ വൈബ്രേഷൻ്റെ ഗുണങ്ങൾ നമ്മൾ ഉപയോഗിക്കില്ല. എന്താണ് നമ്മൾ ആഫ്റ്റർ GC എന്ന് പറഞ്ഞ പുതിയൊരു സ്റ്റേറ്റിലേക്ക് എത്തിച്ചത്, അതൊന്നും അടുത്ത ലെവലിലേക്ക് നമുക്ക് കയറിപ്പോകാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആ ഗൈഡഡ് കോഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ എക്സ്പീരിയൻസിനെ നമ്മൾ വീണ്ടും റീകിൻഡിൽ ചെയ്തുകൊണ്ടിരിക്കണം, റീടെർച്ചർ ചെയ്തുകൊണ്ടിരിക്കണം. ആ ഫീലിങ്സിന് അതിന് കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതുവരെ ഇപ്പം നമ്മൾ എവിടെ എത്തിയോ അവിടെ എത്താൻ ഗൈഡഡ് കോഡ് എത്ര വരെയാണോ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത്, അതിൻ്റെ വൈബ്രേഷനെ നമുക്ക് ഇപ്പോഴും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വൈബ്രേഷനെ റീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അമേസിങ്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സിന് വേണ്ടിയിട്ട് 2018 പോയ സമയത്ത് അവിടുന്ന് എൻ്റെ മെൻറ്റേഴ്സിൽ ഒരാൾ സജസ്റ്റ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ റൈറ്റേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാർ കഥകൾ എഴുതിക്കൊണ്ടിരിക്കുമ്പം ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു പുസ്തകം ഫുൾ എഴുതി തീരില്ലല്ലോ, അതൊരു സീരീസ് ഓഫ് റൈറ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുറച്ച് എഴുതി ബ്രേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടോ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ബാക്കി എഴുതാനുള്ള ടൈം അവർക്ക് കിട്ടാം. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ ബാക്കി എഴുതാനിരുന്ന് കഴിഞ്ഞാൽ കണക്ഷൻ കിട്ടൂല. കാരണം അന്ന് എഴുതുമ്പോഴുള്ള വൈബ്രേഷൻ ഇപ്പോൾ കിട്ടിയാലേ ബാക്കി കിട്ടൂ, അല്ലെങ്കിൽ പെട്ടു പോകുന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സൊക്കെ പെടൽ അവിടെയാണ്. കാരണം ഇവർ കുറച്ച് എഴുതി വെക്കും, ഹരം കൊള്ളിക്കുന്ന സ്ക്രിപ്റ്റ് ആയിരിക്കും. അപ്പോഴേക്ക് സംവിധായകനും ബാക്കിയുള്ളവരൊക്കെ വന്നിട്ട് എന്തായെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുമ്പോഴേക്ക് ആക്കിയെടുക്കാൻ പറ്റില്ല, ആ സാധനങ്ങൾ കിട്ടുന്നില്ല എന്ന് പറയും. ദാറ്റ് മീൻസ് ദാറ്റ് കണക്ടിവിറ്റി, ദാറ്റ് ഫ്ലോ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അവർക്ക് ഇനി അത് വീണ്ടും അതിൻ്റെ ബാക്കി ഫ്ലോ കിട്ടണമെങ്കിൽ കഥ ഇത്രയും പറഞ്ഞു കൊടുത്താൽ മൈൻഡിന് ബാക്കി പറഞ്ഞു കൊടുക്കാൻ അറിയാം. പക്ഷെ മൈൻഡ് എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കഥ എഴുതുമ്പോൾ ഉള്ള അനുഭവ തലം ഏതാണോ ആ അവസ്ഥയിലേക്ക് മനസ്സെത്തിയാലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ആ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. അറ്റൈനിങ് ദാറ്റ് സ്റ്റേറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഞാൻ മുന്നേ ഗൈഡ് ടോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അറിയണമെങ്കിൽ അതൊന്ന് നിങ്ങൾ റിസർച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. മൈൻഡ് സെറ്റും മൈൻഡ് സ്റ്റേറ്റിനെ പറ്റി നമ്മൾ സംസാരിച്ചാണ്. എനിവേ, ഈ ഒരു സംഭവം റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യാറുള്ളത് ആ കഴിഞ്ഞ വീക്കിൽ ഒരു ടെക്നിക്കാണ് അതിൽ പറയുന്നത്, ഒരു ന്യൂറോ സയൻറ്റിഫിക് ടെക്നിക്കാണ്. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള മൊമെൻറ്റിനെ മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഫീലിങ്സ്, ആ ഡ്രസ്സൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് ആ ഫീലിങ്സ് എങ്ങനെയായിരുന്നു, ആ റൈറ്റിംഗ് മൊമെൻറ്റ് എങ്ങനെയായിരുന്നു,
ഒന്നുകൂടി അതിലൂടെ പോണത് പോലെ ഇത് വായിച്ചിട്ട് അത് എഴുതുന്ന മൊമെൻറ്റിലേക്ക് വീണ്ടും പോകാൻ പറയും. അതിലൂടെ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്ക് ആ വൈബ്രേഷൻ അങ്ങ് കിട്ടുമെന്നുള്ള. ഇപ്പോൾ ഇവിടെ റാനിയെ പറഞ്ഞ സമയത്ത് ബാക്കിയുള്ളവർക്ക് അവരുടെ GCDP വൈബ്രേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി നമ്മൾ റീവിസിറ്റ് ചെയ്യായിരുന്നു ആ മൊമെൻ്റ് എന്നുള്ളതാണ്. ഞാൻ ചിലപ്പോൾ ഗൈഡഡ് കോഡ് പ്രതിപാദിച്ചപ്പോൾ അവിടെ ഗൈഡഡ് കോഡ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ആ ഗൈഡഡ് കോഡിൻ്റെ ഒരു വൈബ്രേഷൻ അതെവിടെയും പോയിട്ടില്ല, നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഇമ്പാക്റ്റുകളും കൂടി ആയിരിക്കുമല്ലോ ഈ ഞായറാഴ്ചകൾ നിങ്ങളെ ഈ നേരത്തെ വന്നിവിടെ ഇരുത്താനുള്ള കാരണം. ആ ഗൈഡഡ് കോഡൊക്കെ ചെയ്ത സമയത്ത് കിട്ടിയ ചില കിക്കിൽ നിന്നുമായിരിക്കും നിങ്ങളിവിടെ വന്ന് ഇരുത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംതിങ് ഹാസ് ഹാപ്പൻഡ് ഇൻസൈഡ് യു ത്രൂ ഗൈഡഡ് കോഡ് ഓർ GCTP ഓർ റൂട്ട്നെറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഈ പ്രോഗ്രാമിലൂടെയൊക്കെ നിങ്ങൾ എന്തോ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ആ വൈബ്രേഷൻ അവിടെ ഓൾറെഡി ഉണ്ട്. അതിന് നമുക്ക് വീണ്ടും ഉണർത്തി കഴിഞ്ഞാൽ നമ്മൾ ആ വൈബ്രേഷൻ ഇതുവരെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയോ അതിൻ്റെ ബാക്കിയുള്ള കണ്ടിന്യൂറ്റി നമ്മളിൽ നിന്ന് തുടങ്ങും. അത് വീണ്ടും നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഒരു പോയിന്റോട് കൂടിയിട്ട് അവസാനിക്കണതല്ലേ. ബിക്കോസ് ദിസ് ഈസ് സംതിങ് ഹാപ്പനിങ് ഫ്രം ദ എനർജി സൈഡ്. നമ്മുടെ എനർജി സൈഡിൽ നിന്നാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷനും എവല്യൂഷനും ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്നത്. മൈൻഡ് നല്ല ട്രാൻസ്ഫോർമേഷൻ ഇനീഷ്യേറ്റ് ചെയ്തത്. മൈൻഡ് ഒരു മീഡിയം മാത്രമാണ്, മൈൻഡ് ഒരു ടൂള് മാത്രമാണ്, മൈൻഡ് ഒരു സെൻസ് പോയിന്റ് മാത്രമാണ്, ഒരു സെൻറ്റർ മാത്രമാണ്. പക്ഷെ ഇതിനെ മൊത്തത്തിൽ ഇനീഷ്യേറ്റ് ചെയ്തത് നമ്മുടെ എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് മൊമെൻറ്റുകളെ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യാനും മൊമെൻറ്റുകളെ വീണ്ടും മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കണം. ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി പറയുമ്പോൾ ശരിക്ക് നമുക്ക് അത്തരം മൊമെൻറ്റുകളിൽ റീവിസിറ്റ് ചെയ്ത് നമ്മൾ അതിൽ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുമ്പം ആക്ച്വലി നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് കൂടിയാണ് ഇരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുന്ദരമായ മൊമെൻറ്റുകളിലേക്ക് നമ്മൾ തിരിച്ചു പോയിട്ട് ആ മൊമെൻറ്റിൻ്റെ വൈബ്രേഷൻ ഫീൽ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കതിനോട് നന്ദിയുള്ളത് കൊണ്ട് നമ്മളതിനെ വീണ്ടും സെലിബ്രേറ്റ് ചെയ്യണം. നമ്മളതുകൊണ്ടാണ് വീണ്ടും അവിടേക്ക് പോണത്. നമ്മളൊരു സ്ഥലത്തേക്ക് വീണ്ടും ഏത് ഒരു വീട്ടിലേക്ക് വീണ്ടും കയറി ചെല്ലപ്പോഴാണ് നമുക്ക് ആ വീട്ടുകാരോട് നന്ദി ഉണ്ടാവണം, ആ വീട്ടുകാരോട് സ്നേഹം ഉണ്ടാവണം. അപ്പോഴൊക്കെ നമ്മൾ വീണ്ടും അങ്ങോട്ട് കയറി ചെല്ലാന്നുള്ള. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്ന് നിൽക്കുമ്പം വീണ്ടും അതിനെ സ്മരിക്കാനായിട്ട് ആ വീട്ടിലേക്ക് വീണ്ടും കയറി ചെന്നിട്ട് പരാതി ഒന്നുകൂടി പറഞ്ഞ് പരിഭവം ഒന്നുകൂടി പറഞ്ഞ് ഇതൊന്നും ശരിയാവണില്ലടാ, ഇത് ഇങ്ങനൊന്നും അല്ലടാ, ചിലോൾത് ശരിയാവടാ, ചിലോൾത് ശരിയാവൂലടാ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന് നമ്മൾ വീണ്ടും ഈ മെമ്മറി പോയിന്റുകളിലേക്കാണ് വീണ്ടും വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ പരാതി പറയാനുള്ള വീട്ടിലേക്ക് എന്തോ ഒരു ആകർഷണം നമുക്ക് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നില്ല. അപ്പോഴേക്ക് നമുക്ക് പരാതികൾക്ക് അപ്പുറത്തേക്ക് അനുഗ്രഹം പറഞ്ഞു തരാനുള്ള വീട് സന്ദർശനം നമ്മൾ മുന്നേ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ വീടുകൾ ഏതാണെന്ന് മറന്നു പോകുന്നുണ്ടാകും. അപ്പോൾ അത്തരം മൊമെൻറ്റിലൊക്കെ വീണ്ടും പോയിക്കൊണ്ടിരിക്കണം. ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാൻ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറാപ്യൂട്ടിക്കൽ പ്രോസസ്സിലൊന്നാണ് വന്ന വഴിയിലൂടെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും സഞ്ചരിക്കുക എന്നുള്ളത്. എന്ന വഴിയിലൂടെ വീണ്ടും സഞ്ചരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എവിടെയായിരുന്നു തുടങ്ങിയത് അവിടെയൊക്കെ വീണ്ടും ഒന്ന് പോയിട്ട് എങ്ങനെയായിരുന്നു തുടങ്ങിയത്, എങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ, അതിങ്ങനെ ചിന്തിക്കുമ്പം നമുക്ക് വീണ്ടും ഊർജ്ജം കിട്ടും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലതൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവുന്നില്ല. നമ്മൾ എത്ര തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണ്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവരാണെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ലൈഫിൽ അനിർവചനീയമായിട്ടുള്ള മൊമെൻറ്റിനെ നമ്മളൊരു ദിവസം സ്മരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നന്ദികേടിൽ തന്നെയാണ്. കുറേ മെമ്മറീസ് ഉണ്ട്. ആ മെമ്മറീസിന് അതിനിങ്ങനെ താങ്ക് യു ഒക്കെ പറഞ്ഞ് ഹംദൊക്കെ പറഞ്ഞ് പോകുന്നതിനപ്പുറത്തേക്ക് മെമ്മറിക്കും അപ്പുറത്തായിട്ട് ഞാൻ പറഞ്ഞ ഒരു ഫുൾഫിൽഡ് സ്റ്റേറ്റ് ഉണ്ട്. കണ്ടൻമെൻറ്റ് എന്ന് പറയുന്ന നിറഞ്ഞു ഒഴുകുന്ന ചില മൊമെൻറ്റുകൾ ഉണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ഓ മൈ ഗോഡ്, അത് പറയുമ്പോഴേക്കാണ് നമ്മുടെ ഉള്ളിൽ അറിയാതെ തന്നെ ആ ഫുൾഫിൽഡ് ഫീലിംഗ് തന്നെ ഒന്നായിട്ട് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ഫീലിംഗ് വരുന്ന ചില മൊമെൻറ്റുകൾ. അത്തരം മൊമെൻറ്റുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീവിസിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. കാരണം അത് നമ്മളുടെ ഫ്ലെയിമിനെ ഫാൻ ചെയ്തുകൊണ്ടിരിക്കും. കഴിഞ്ഞ കോച്ചസിൻ്റെ ഗൈഡഡ് സിറ്റിങ്ങിലെ ടോപ്പിക് തന്നെ ഫാനിങ് യുവർ ഫ്ലെയിം എന്നുള്ളതാണ്. അപ്പോൾ അത് ഫാൻ ചെയ്തുകൊണ്ടിരിക്കും. നമുക്കത് ആവശ്യവുമാണ് എന്നുള്ളതാണ്. കാരണം നമുക്ക് എനർജി കിട്ടേണ്ടത് നമ്മുടെ സോൾ പാർട്ടിൽ നിന്നാണ്, ലൈറ്റിൽ നിന്നാണ്. അപ്പോൾ നമ്മളെല്ലാവരും വെളിച്ചത്തിലാണ്, എല്ലാവർക്കുള്ളിലും വെളിച്ചമുണ്ട്. വെളിച്ചത്തെ പുറത്തേക്ക് എത്തിക്കാനായിട്ട് ദൈവമായിട്ട് വെളിച്ചം എന്ന സത്യത്തെ അനുഭവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചില മൊമെൻറ്റുകൾ നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ്. അത്തരം മൊമെൻറ്റുകൾ കുറച്ച് സമയത്തേക്ക് നിൽക്കുള്ളൂ. പക്ഷെ ആ സ്പാർക്ക് എടുത്തിട്ട് നമ്മളതിനെ റിപ്പീറ്റ് ചെയ്യണം, നമ്മളതിനെ കത്തിക്കണം. അതാണ് നമ്മളെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ശാസ്ത്രത്തിൻ്റെ വഴി എപ്പോഴും ഞാൻ പറയാറുണ്ട്, ശാസ്ത്രം പിന്തുടരുന്നത് എവിടെയെങ്കിലും ഒരു സ്പാർക്ക് കിട്ടുമ്പം, എവിടെയെങ്കിലും ചെറിയൊരു ഓപ്പണിങ് കിട്ടിക്കഴിഞ്ഞാൽ അത് മതി, അത് വെച്ച് അവർ പിന്നെ അതിനെ പിന്തുടർന്നുണ്ടായിക്കോളും. അപ്പോൾ ആ തുടക്കത്തിൽ കണ്ട സ്പാർക്കിലുള്ള എക്സ്പീരിയൻസ് അവർ വിടാതെ പിന്തുടരുന്നത് കൊണ്ടാണ് ആ സ്പാർക്കിനെ എടുത്തിട്ട് തുടർച്ചയായിട്ടൊരു വെളിച്ചമാക്കി അവർക്ക് മാറ്റാൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ചില മൊമെൻറ്റുകൾ നമുക്കായിട്ട് കിട്ടും. സം മൊമെൻറ്റ്സ്
വിച്ച് വിൽ ബി എന്താ പറയുക, എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത, എക്സ്പ്ലിക്കബിൾ അല്ലാത്ത, വിശദീകരിക്കാൻ പറ്റാത്ത ചില മൊമെൻറ്റ്. ഞാനിത് പറഞ്ഞ സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് ചില മൊമെൻറ്റുകൾ വന്നിട്ടുണ്ടായിരിക്കാം. ഇനി വന്നിട്ടില്ലെങ്കിൽ കൂടിയും കുറച്ച് സമയം എൻ്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള മൊമെൻ്റ് ഏതായിരുന്നു എന്ന് ഒന്ന് അറിയണം എന്ന ഒരു അന്വേഷണത്തിന് നമ്മൾ തുറന്നിട്ട് കഴിഞ്ഞാൽ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒന്ന് ഇമോഷണലി ഡൗൺ ആകുമ്പോഴേക്ക് തന്നെ നമ്മളെ വൈബ്രേഷൻസിനെ കംപ്ലീറ്റ് ആയിട്ട് അടിമേലെ മറിച്ച് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക, ഈ കടലിൻ്റെ നടുക്കാണെങ്കിൽ കൂടി അതിസന്തോഷത്തോടു കൂടി അതിൻ്റെ മീതെ ഒരു പായ ഇട്ട് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന പാകത്തിന് വൈബ്രേഷൻസ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള മൊമെൻറ്റുകളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. ഒന്ന് പിറകോട്ട് നോക്കിയാൽ മതി. പക്ഷെ നമുക്കത് നോക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള, അതിന് ഇത്തരം ഒരു ശീലം വേണം. എന്തൊക്കെയാണ് എൻ്റെ സച്ച് അൺഎക്സ്പ്ലിക്കബിൾ എക്സ്പീരിയൻസുകൾ എന്ന് പറയുന്നത്? അവർണ്ണനീയമായിട്ടുള്ള, വിവരണങ്ങൾക്ക് അതീതമായിട്ടുള്ള എന്നിലെ സച്ച് മൊമെൻറ്റ്സ് ഏതാണ് എന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ യു വിൽ ഗെറ്റ് സം മൊമെൻറ്റ്സ്. ഇനി അത്തരം മൊമെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അത് ദൈവികമായ മൊമെൻറ്റിലേക്ക് ചേർന്നിരിക്കുന്നതാണെന്ന് പറയും. ദൈവികമായ ചില മൊമെൻറ്റ്സ് ആ മൊമെൻറ്റിലേക്ക് കണക്ട് ചെയ്ത് വളരെ ക്ലോസ് ആയിട്ടായിരിക്കും സച്ച് മൊമെൻറ്റ്സ് എടുക്കുന്നത്. അതിൽ നിന്നുകൊണ്ട് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ പിറകെ നമ്മൾ കൂടിക്കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ ഈ പറഞ്ഞ ആത്മീയ ആനന്ദം എന്ന് പറയുന്ന തലത്തിലേക്ക്, നമ്മൾ ആത്മാവിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാവം, അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ പരമാനന്ദമാണ്. പരമമായ ആനന്ദമാണ്, പരന്നു കിടക്കുന്ന ആനന്ദമാണ്, പരംപൊരുളെന്ന ആനന്ദമാണ് പരമാനന്ദം, എക്സ്റ്റസി, ജോയ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിവിനിറ്റി എന്ന് പറയുന്നത് ഒരാളെ എക്സ്പ്ലോർ ചെയ്യുക, അല്ലെങ്കിൽ ദൈവികത എന്നത് ഒരാളെ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് നിങ്ങളൊന്ന് നിങ്ങളുടെ മനസ്സിലൂടെ വെറുതെ ഒന്ന് വായിച്ചു നോക്കിയേ. സന്മനസ്സുള്ളവർക്ക് സമാധാനം. മിക്കവാറും ഇത് പറയുമ്പോൾ തന്നെ ഒരു ദീർഘനിശ്വാസത്തോടു കൂടി എല്ലാവരും പറയാം, സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ സാരായിരിക്കും നമ്മുടെ ഉള്ളിലൂടെ സന്മനസ്സുള്ളവർക്കുള്ള സമാധാനം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ദൈവം പടച്ചവൻ ഉദ്ദേശിച്ച സന്മനസ്സുള്ളവർക്കുള്ള സമാധാനം എന്ന് പറഞ്ഞാൽ ദൈവം ഉദ്ദേശിക്കുന്ന സമാധാനമാണ്. ആ സമാധാനത്തെ നമ്മൾ ഉദ്ദേശിച്ച ആ ദീർഘനിശ്വാസത്തോടു കൂടിയുള്ള സമാധാനം എന്നല്ല. ആ സമാധാനം എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി അത് പരമാനന്ദവും പരമമായ സത്യത്തിൽ നിന്നും നമുക്ക് തുറന്നു കിട്ടുന്ന സമാധാനമായതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി കുറച്ച് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. സാധാ ക്വാളിറ്റിയിലുള്ളതായിരിക്കില്ല, ഒരു ഹ്യൂമൻ ക്വാളിറ്റിയിലുള്ളതായിരിക്കില്ല. ഹ്യൂമൻ ക്വാളിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഉയർന്ന ദൈവികമായ നിലവാരത്തിലുള്ള സമാധാനം, അത് അനുഭൂതിയായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇത്തരം അനുഭവത്തിലേക്ക് നയിക്കപ്പെടുന്ന മൊമെൻറ്റുകളാണ് ഇത്തരം മൊമെൻറ്റുകൾ. ഇതിനെ നമ്മൾ പെറുക്കിയെടുക്കണം. ഇതിനൊക്കെ പെറുക്കിയെടുത്ത് കൂട്ടി യോജിപ്പിച്ച് നോക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ കിട്ടിയ മൊമെൻറ്റുകളൊക്കെ എന്തിലേക്കായിരുന്നു വഴി നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാം. മെൽഷിഡേക്ക് രാജാവ് ഉദ്ദേശം എന്ന് പറഞ്ഞത് സാന്റിയാഗോന് ഒരിക്കലും അവൻ തേടി നടക്കുന്ന നിധി കാണിച്ചു കൊടുക്കലും മാത്രമായിരുന്നില്ല. ആ നിധിയുടെ പിറകെ നടത്തുന്നതിലൂടെ അവന് നിധിക്കും മീതെ ഒരു നിധി എന്ന അനുഭൂതി, അവൻ കണ്ടൊരു നിധിയുണ്ട്. മാനുഷിക നിലവാരത്തിൽ നിന്നുകൊണ്ട് അവൻ നോക്കിയപ്പം അവൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു നിധിയുണ്ട്. ആ നിധിയാണ് അവൻ തേടി പോകുന്നത്. പക്ഷെ അവനത് തേടി ഇറങ്ങുമ്പോൾ അതിൻ്റെ പിറകിൽ അതിനേക്കാളും മീതെ, അതിനേക്കാളും ക്വാളിറ്റിയുള്ള ഒരു നിധി ദൈവം അവന് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് കൂടി അവനെ വഴി നടത്തലാണ് ഉദ്ദേശം. ഇത് അറിയാവുന്നത് കൊണ്ട് തന്നെ മെൽഷിഡേക്ക് രാജാവ് സാന്റിയാഗോക്ക് ഉണ്ടാക്കി കൊടുത്ത മൊമെൻറ്റുകളും അതിലേക്ക് വേണ്ടി സെറ്റ് ചെയ്ത ട്രാജക്ടറികൾ മുഴുവനും ആ ട്രൂത്ത് കണ്ടെത്താനുള്ള വഴി എന്നുള്ള ആ സമയത്ത് അതിനെ പറ്റിയിട്ട് സാന്റിയാഗോന് അറിയില്ല. കഥയുടെ രണ്ടാമത്തെ ഫേസിലേക്ക് എത്തുമ്പോഴാണ്, ഒന്നാമത്തെ ലാപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ഫേസിലേക്ക് എത്തുമ്പോഴാണ് സാന്റിയാഗോക്ക് എന്തായിരുന്നു ശരിക്കുള്ള നിധി എന്ന ട്രൂത്തൊക്കെ കണ്ടെത്തുന്നത്. റൂമി പറയുന്നുണ്ടല്ലോ, ഞാനിങ്ങനെ നിധി തേടിയിട്ട് പലയിടത്തും അലഞ്ഞ് അവസാനം ഞാൻ അത് എന്നിൽ തന്നെ കണ്ടെത്തി എന്ന് പറഞ്ഞതുപോലെ റൂമി നിധി തേടി സാന്റിയാഗോ കുറേ നിധി തേടി അലഞ്ഞ് അവസാനം അവന് നിധി കിട്ടുന്നതിൻ്റെ വളരെ അടുത്തെത്തുമ്പോൾ തന്നെ അവൻ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. നിധിക്ക് വളരെ അരികെ എത്തി, പിരമിഡിൻ്റെ വളരെ അരികെ എത്തി. അതിലെത്തുമ്പോഴേക്ക് അവന് മനസ്സിലാക്കിയ ഒരു സീക്രട്ട് ഉണ്ട്. അവൻ മനസ്സിലാക്കിയ സീക്രട്ട് ഒന്ന്, ഞാൻ തന്നെയാണ് നിധി എന്നുള്ളതും, ഞാൻ തന്നെയാണ് ആൽക്കമിസ്റ്റ് എന്നുള്ളതും, ഞാൻ തന്നെയാണ് രസായന വിദ്യ എന്നതും, എല്ലാം ഞാൻ തന്നെയാണ്, എന്നിൽ തന്നെയാണ് ഇതിൻ്റെ ഒക്കെ ട്രൂത്ത് രഹസ്യം കിടക്കുന്നത്. അതുകൊണ്ട് എനിക്കിനി നിധി കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, അതിനേക്കാളും വലുത് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ അതിന് മുന്നേ അവന് ഹ്യൂമൻ ക്വാളിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു നിധി ആയിരുന്നു ഈ സമ്പത്ത് എന്ന് പറയുന്നത്, സ്വർണം എന്നൊക്കെ പറയുന്നത്.
പക്ഷെ അത് തേടി പോകുന്നതിൻ്റെ ഇടയിൽ യാത്ര തീരുന്നതിന് ആദ്യത്തെ പകുതി കംപ്ലീറ്റ് ആകുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഫാത്തിമയെ കണ്ടതോടുകൂടി ഇതാണ് എൻ്റെ നിധി ഇതും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നിധി അവനെ ആകർഷിക്കുന്നു. അതിന് 2 ഡീവിയേഷൻസ് ഉണ്ട്. ഒന്ന് ഈ പറയുന്ന അവൻക്ക് ശരിക്കെത്തിച്ചേരേണ്ട നിധിയിൽ നിന്ന് അവനെ വ്യതിചലിപ്പിച്ച് കളയുന്ന ഫാത്തിമ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു നിധി. ഒന്നുകിൽ അവൻ അങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്ത് പോകാമായിരുന്നു, അതോടുകൂടി ഇത് തന്നെ നിധിന്ന് അവൻ തെറ്റിദ്ധരിക്കുമായിരുന്നു. അപ്പോൾ ക്വാളിറ്റി കുറഞ്ഞ ഒന്നിലേക്ക് അവൻ പോയി വീഴുമായിരുന്നു. മറ്റൊന്ന്, ഇവനെ അറിയിക്കുന്ന നിധിക്ക് പിറകെ ഇവൻ പോകുമ്പോൾ തന്നെ അതിനേക്കാളും ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ദൈവികമായ നിധി, അറിവ്, വിസ്ഡം, സീക്രട്ട് ഓഫ് ദ യൂണിവേഴ്സ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും രഹസ്യങ്ങൾ, ആൽക്കെമിസ്റ്റുമായിട്ടുള്ള സമ്പർക്കം, ആൽക്കെമിസ്റ്റിൻ്റെ വഴിനടത്തലോട് കൂടിയിട്ടുള്ള ഗൈഡൻസോട് കൂടിയിട്ടുള്ള അന്വേഷണം, ഇതൊക്കെ ഇവന് കിട്ടുന്ന വലിയൊരു നിധിയായിരുന്നു. ഇതും ഉണ്ടായിരുന്നു എന്നല്ല, ഇതിൽ ഏത് വേണം എന്നത് ഇവൻ തീരുമാനിക്കുന്നത് അവൻ്റെ യാത്രാ അനുഭവങ്ങളിലൂടെയാണ്. അപ്പം അതിൽ അവനൊരു ഹയർ കോളിലേക്ക് എത്തിക്കുക എന്നത് ദൈവികമായ ഉദ്ദേശം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് മെൽഷിഡേക്ക് രാജാവ് എത്തുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഇവന് ആ തുടങ്ങുന്ന സമയത്ത് കിടന്നുറങ്ങുന്ന ആ പള്ളിമേടിൻ്റെ അവിടെ തന്നെയുള്ള തൊട്ട് താഴെയായിട്ട് നിധി ഉണ്ടായിരുന്നു, അത് അവന് കിട്ടണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം കൊണ്ടല്ല മെൽഷിഡേക്ക് രാജാവ് വരുന്നത്. ആ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം കൊണ്ടല്ല ഇംഗ്ലീഷുകാരൻ തേടി നടന്നിട്ട് പോലും കണ്ടെത്താൻ പറ്റാത്ത ആൽക്കെമിസ്റ്റ് മെൻറ്റി ആയിട്ട് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷുകാരനെ തിരഞ്ഞെടുക്കാതെ, എല്ലാവിധ സംഭവങ്ങളും ഉണ്ടായിട്ട് അയാളെ തിരഞ്ഞെടുക്കാതെ സാന്റിയാഗോനെ തന്നെ തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ സാന്റിയാഗോ പോലും അറിയാത്ത ഒരു ഹയർ പർപ്പസ് സാന്റിയാഗോയിൽ ഉണ്ട് എന്ന് ആൽക്കെമിസ്റ്റിന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആൽക്കെമിസ്റ്റ് വഴി നടത്തിയത്. അതുകൊണ്ട് ആൽക്കെമിസ്റ്റ് എന്താണോ ഉദ്ദേശിച്ചത്, ദൈവം എന്താണോ ഉദ്ദേശിച്ചത്, അത് നല്ല അച്ചടക്കമുള്ള ചിട്ടവട്ടത്തോടു കൂടി ആ കുട്ടി അതിലൂടെ നടന്ന് അവനത് പരിശീലിച്ച് പരിചരിച്ച് ജീവൻ പോലും പണയം വെക്കുന്ന പരീക്ഷണം വന്നപ്പോൾ അവിടെയും പതറാതെ ജീവനെ ആകർഷിക്കുമെന്ന പാഠത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സാന്റിയാഗോ ജീവൻ പണയം വെച്ച് മുന്നോട്ട് പോയപ്പം മൗത്തിൻ്റെ പരീക്ഷണവും മരണത്തിൻ്റെ പരീക്ഷണവും അവൻ അതിജയിച്ച് കഴിഞ്ഞു. അത് ജയിക്കുന്നതോട് കൂടിയിട്ട് ഇബ്രാഹിം നബിയുടെ ഇസ്മായിൽ നബീൻ്റെയും കഥ പറഞ്ഞതുപോലെ ജീവൻ പണയം വെക്കാൻ തയ്യാറാണോ, കുട്ടിയെ അറക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അവിടെയും വിജയിക്കുന്നതോട് കൂടിയിട്ട് കുട്ടിയെയും കൊടുക്കുന്നു. അതുകൂടാണ്ട് ഗ്രാൻഡായിട്ടൊരു നിധിയും കൊടുത്തു നിങ്ങൾ ലോകത്തിലെ കാലാകാലങ്ങളായിട്ട് സ്മരിക്കപ്പെടട്ടെ എന്നുള്ളൊരു അനുഗ്രഹം കൊടുത്ത് തിരിച്ചു വിടുന്നത് പോലെ സാന്റിയാഗോ ആ ഉയർന്ന നിലവാരത്തിലുള്ള അനുഭൂതി കണ്ടെത്താനുള്ള, സത്യം കണ്ടെത്താനുള്ള പരീക്ഷണത്തിൽ വിജയിക്കുന്നതോട് കൂടിയിട്ട് സാന്റിയാഗോക്ക് ആൽക്കെമിയുടെ രഹസ്യം മാത്രമല്ല കൈമുതലാക്കി കിട്ടുന്നത്, അതിനോടൊപ്പം തന്നെ സാന്റിയാഗോ ശരിക്ക് തേടി ഇറങ്ങിയ നിധിയും കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ നിന്നും പോകുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ തന്നെ നോക്കിയിരിക്കാതെ അതിലേക്ക് ആകർഷിപ്പിച്ച് വഴി നടത്തുന്നവൻ വേറെ എന്തോ ഒരു കാര്യം കൂടി നമുക്ക് തരാനായിട്ട് തയ്യാറായിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചിലർ പറയാറുള്ളത്, ചിലത് നഷ്ടപ്പെട്ടാൽ ഖേദിക്കേണ്ടതായിട്ടില്ല. നമ്മൾ അതിനോട് അതിയായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിലേക്ക് അതിയായി ആഗ്രഹിപ്പിച്ച് ഒരു യാത്ര നടത്തിയിട്ട് ശരിക്കും എന്താണോ നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കൊതിപ്പിക്കലായിരിക്കും അതിനോടുള്ള ആഗ്രഹം. അപ്പോൾ ചില മൊമെൻറ്റുകളിൽ നമുക്കത് വിട്ട് കളയേണ്ടി വരുമെന്നുള്ളതാണ്. ചില പ്രണയങ്ങൾ പോലും അങ്ങനെ സംഭവിക്കുന്നതുണ്ട്. ചില ആൾക്കാർ ഈ പ്രണയ നൈരാശ്യത്തിന് ശേഷം രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അവൻ്റെ ഉള്ളിൽ പ്രണയം മുളച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ മനസ്സിലാക്കേണ്ട കാര്യം അവളെ തന്നെ കെട്ടി അവളുമായിട്ട് സുന്ദരമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നൊരു നിർബന്ധമില്ല. അവളിലേക്ക് നിനക്ക് ആകർഷണം തോന്നി നീ അവളുടെ പിറകെ നടന്ന് അവളിൽ ലയിച്ച് ഭ്രമിച്ച് ജീവിക്കുന്നതിനിടയിൽ നീ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒരു പോയിന്റിൽ വെച്ചിട്ട് അവൾക്ക് മാത്രമേ നിൻ്റെ ഹൃദയത്തെ എത്ര ആഴത്തിൽ കീറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവളെ കൊണ്ട് തന്നെ നിൻ്റെ ഹൃദയത്തെ വലിയൊരു മുറിവിട്ട് അതോടുകൂടി മാത്രമേ നീ ഏകാന്തതയിലേക്ക് പോകുള്ളൂ. അപ്പം നീ ഏകാന്തതയിലെത്താൻ ദൈവത്തിന് ഏത് വഴിയും സ്വീകരിക്കുക എന്നുള്ള അതൊരു പക്ഷേ ഇങ്ങനെ ഒരു ചിന്ത ഇട്ട് തന്ന് നിന്നെ ഏകാന്തതയിലെത്തി മുറിവേറ്റവനെ പോലെ നീ അലഞ്ഞു തിരിച്ച് നടക്കുന്നതിനിടയിൽ നിൻ്റെ ഏകാന്തതയിൽ നിന്നും ആ ഏകാന്തവാസം, നീ ഒരു പക്ഷേ ചുറ്റിലും കുറേ ആൾക്കാരുണ്ടെങ്കിൽ കൂടി ഉള്ളിൽ നീ തനിച്ചായി തോന്നും, പക്ഷെ അത് നിനക്കുള്ള ഏകാന്തവാസമായിരിക്കും. അത് നിൻ്റെ ഹിറയിലെ ധ്യാന സമയമായിരിക്കാം, ധ്യാന നിർഭരമായിരിക്കണം. എല്ലാവരും ഹിമാലയയിലെ മലയുടെ മണ്ടേ തന്നെ പോയിട്ട് ഇരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് വസിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ആൾക്കൂട്ടത്തിൽ ഇട്ടുകൊണ്ടും ദൈവത്തിന് നിന്നെ ഏകാന്തനാക്കി മാറ്റാം. അതാണ് ദൈവത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പം ഈ രൂപേണ ഏകാന്തനാക്കി മാറ്റിയിട്ട് നിനക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ അനുഗ്രഹത്തെ നിന്നിലേക്ക് എത്തിച്ചു തരാൻ ഉദ്ദേശിക്കുന്നു. പക്ഷെ നീ ഇപ്പോഴും ഈ പറഞ്ഞ നിധിക്ക് പിറകെ തന്നെ ഫാത്തിമക്ക് പിറകെ തന്നെ ഇരിക്കുകയാണെങ്കിൽ നിനക്ക് ശരിക്ക് തരാൻ ഉദ്ദേശിക്കുന്ന പോയിന്റിലേക്ക് നീ കാലെടുത്ത് വെക്കുന്നില്ല, നീ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നീ കാണാത്ത കുറേ ആൽക്കെമിസ്റ്റുകളും കുറേ മെൽഷിഡേക്ക്
രാജാക്കന്മാർ നിൻ്റെ ചുറ്റിലിരുന്ന് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇവൻ എന്തൊരു മണ്ടന, ഈ മലക്കുകൾ പറഞ്ഞ പോലെ ഇവന് ശരിക്കും കാത്ത് തമ്പുരാൻ എന്താ വെച്ചിരിക്കണം, അത് അവന് വേണ്ടേ, ഇവരെന്തൊരു മണ്ടനാണ്, ഇവൻ ഇങ്ങനെ തന്നെ അവളെയും പിടിച്ചിരിക്കുക, ഇവനിക്കിപ്പോഴും കളി മനസ്സിലായിട്ടില്ലേ, അവൾ എന്നതൊരു കാരണം മാത്രമായിരുന്നു. പക്ഷെ അവൻ അതിൻ്റെ പിറകിൽ കെട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ സൂചനകൾ എടുത്തില്ല, അവൻ പാഠങ്ങൾ എടുത്തില്ല, അവൻ മുന്നോട്ട് പോയില്ല, അവൻ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുകയാണ്, അവനിവിടെ ഭ്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവത്തെ ചിലപ്പോൾ താൽക്കാലികമായിട്ട് കുറച്ച് സമയത്തേക്ക് മാറ്റേക്കും, ചിലപ്പം താൽക്കാലികം എന്നതിനപ്പുറത്തേക്ക് പെർമനൻ്റ് ആയിട്ട് തന്നെ എടുത്തു മാറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ പഠിക്കേണ്ട വലിയൊരു പാടുണ്ട്. അത് മാറ്റി വെക്കുന്നതിലൂടെ അതിൻ്റെ ഫേസ് കയറ്റിയിരിക്കുന്നു. ഇനി ഡയറക്റ്റ് ട്രെയിനിങ്ങിന് സമയമാണ്, ഇനി ആൽക്കമിസ്റ്റ് എൻ്റർ ചെയ്യാൻ സമയമായിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് മുന്നേ വെളിച്ചത്തിന് മുന്നേ ഇരുട്ടിൻ്റെ കാഠിന്യം കൂടുമെന്ന് പറഞ്ഞ പോലെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം എന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, വെളിച്ചം കടന്നു വരാൻ സമയമായിരിക്കുന്നു. അത് മെൽഷിഡേക്കിൻ്റെ രൂപത്തിലാകാം, ആൽക്കമിസ്റ്റിൻ്റെ രൂപത്തിലാകാം, മറ്റുള്ള തുറക്കലുകളുടെ ഓപ്പണിങ്സിൻ്റെ രൂപത്തിലാകാം, ഏത് രൂപത്തിലുമാകാം. അതിന് സന്തോഷത്തോടു കൂടി തുറന്ന മനോഭാവത്തോടു കൂടി ഇരിക്കാൻ നമ്മൾ പരിശീലിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആൽക്കമിയുടെ രസായന വിദ്യ പഠിക്കുന്ന പോലെ പ്രപഞ്ചനാഥൻ്റെ നാദത്തിനനുസരിച്ചിട്ട് താളത്തിനനുസരിച്ചിട്ട് നൃത്തം ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇവിടെയുള്ള സർവ്വചരാചരകളും കോടാനുകോടി ആറ്റങ്ങളും നക്ഷത്രങ്ങളൊക്കെ തന്നെ പ്രപഞ്ചനാഥൻ്റെ നാദത്തിലാണ് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തസ്ബീഹിലാണ്, അതിൻ്റെ സ്മരണയിലാണ്. ആ സ്മരണയിലേക്ക് നമ്മളെക്കൂടി ചേർത്തിട്ട് അതിൽ ലയിച്ച് തുള്ളാനുള്ള അനുഭവമായിരിക്കും നമുക്ക് തന്നുകൊണ്ടിരിക്കണം. അവിടെ നമുക്ക് ഫ്യൂവൽ വേണം. അവിടെ നമുക്ക് ഫ്യൂവലായിട്ട് ചിലപ്പോൾ ഒരു കീറൽ വേണ്ടി വരും, ഒരു മുറിവ് വേണ്ടി വരും. അതിൽ നിന്നും നിർഗളിക്കുന്ന വെളിച്ചമായിരിക്കാം, അതിൽ നിന്ന് നിർഗളിക്കുന്ന വേദനയായിരിക്കാം ഒരു പക്ഷേ നിങ്ങളറിയാതെ നിങ്ങൾ ആ താളത്തിലേക്ക് ലയിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കീറലിടാതെ, ഒരു മുറിവിടാതെ, വൂണ്ട് ഈസ് ദ പ്ലേസ് വെർ ദ ലൈറ്റ് എൻറ്റേഴ്സ് എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ അകത്തിരുന്നു കൊണ്ട് ആ താളത്തിലേക്ക് ലയിക്കാനുള്ള അവസരമായി കണ്ടെത്തുന്നവർ ഒക്കെ വിജയിക്കുന്നു. അവർ പറയുന്നു, ഇനിയുണ്ടോ ഇതുപോലത്തെ ഐറ്റം, ഇനിയുണ്ടോ ഇതുപോലെ മുറിവുകൾ ഉണ്ടാക്കാൻ, ഇനിയുണ്ടോ ഇതുപോലെ ഒന്ന് കുത്താൻ, ഇനിയുണ്ടോ ഇതുപോലെ ഒന്ന് ആഞ്ഞു കുത്താൻ കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു. കാരണം കുറച്ചുകൂടി വെളിച്ചം പുറത്തേക്ക് വരാണെങ്കിൽ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചമാണ്, വെളിച്ചത്തിന് എന്തൊരു തെളിച്ചമാണ്, നൂറിനല്ല നൂറ് എന്നൊക്കെ പറഞ്ഞ പോലെ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചമാണെന്ന് പറഞ്ഞിട്ട് ആ വെളിച്ചത്തിൻ്റെ വഴിയെ സഞ്ചരിച്ചു പോകുന്നവർക്ക് അവരിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടതിനേക്കാളും ബെസ്റ്റായിട്ടുള്ള, നഷ്ടപ്പെട്ടതൊരു ഫാത്തിമയാണെങ്കിൽ അതിനേക്കാളും ഭംഗിയുള്ള പലതും, അതിനേക്കാളും പുണ്യത്തിലുള്ള പലതും ആ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പക്ഷെ അവർ ഈ പാഠം പഠിച്ചെടുത്തത് കൊണ്ട് തന്നെ അതിനേക്കാളും മീതിയുള്ള എന്ത് കടന്നു വന്നാലും ഒന്നാമതാക്കി വെക്കുന്നത് നിധി തന്നെയാണ്, നിധിക്ക് മീതെയുള്ള നിധി തന്നെയാണ്. ആ നിധിയെ തന്നെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈമാനിക പ്രകാശം എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ അത് ഉള്ളിൽ കിടക്കുന്ന സംഭവമാണ്. ഇപ്പോൾ സാന്റിയാഗോ തിരിച്ച് നമ്മുടെ യാത്ര കഴിഞ്ഞ് ഫാത്തിമ ഞാനിതാ വരികയായി, ഫാത്തിമൻ്റെ അടുത്തേക്ക് പോവാണ്. നിധി കിട്ടി, അതും കിട്ടിക്കഴിഞ്ഞു, എല്ലാം കിട്ടിക്കഴിഞ്ഞു, എല്ലാ കോലത്തിലുള്ളതും കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാലും സാന്റിയാഗോ ഒരു ലെവലിലെത്തിയിരിക്കുന്നു. അതേതാണ്, ഇനി ഫാത്തിമ അവിടെ പോയാൽ ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, ഇനി ഈ നിധി മുഴുവൻ അവിടുന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, അതിന് മീതെയുള്ള നിധിയെ നഷ്ടപ്പെടുത്താതെ ഞാൻ കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിക്കുക. ഇതായിരുന്നു എൻ്റെ ജീവിതം മൊത്തം, എൻ്റെ യാത്ര മൊത്തം എന്നെ പഠിപ്പിച്ച പാഠം. അതിനെ കൈമുതലാക്കി നിലനിർത്താൻ പ്രാക്ടിക്കലി പഠിക്കായിരുന്നു. ചിലർ പറയാറുണ്ട്, എൻ്റെ ദൈവമെന്ന സത്യമാകുന്ന ദൈവമെന്ന നിധിയെ കാത്തു സൂക്ഷിക്കാൻ എനിക്ക് ഒരുപാട് സംരക്ഷണ വലയങ്ങൾ വേണം, എനിക്ക് ഭയങ്കര സൂക്ഷ്മത വേണം എന്നൊക്കെ പറയാറുണ്ട്. ദൈവമെന്ന സത്യത്തെ നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി തുനിഞ്ഞിറങ്ങുകയും ദൈവമെന്ന അനുഭവത്തെ നിങ്ങൾ അനുഭൂതിയായിട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കതിൻ്റെ കഷ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആരൊക്കെ കയ്യിലുണ്ടോ അത് കാത്തു സൂക്ഷിക്കാൻ ദൈവം തന്നെ ഉണ്ടായിരിക്കും. ദൈവമായിട്ടാണ് അത് നമ്മുടെ കയ്യിലേക്ക് തരുന്നതെങ്കിൽ ഒരാളുടെ കയ്യിലേക്ക് വെളിച്ചിട്ട് കൊടുക്കും, അത് സംരക്ഷിക്കാൻ ആ കൊടുക്കുന്ന നല്ല ഡയറ്റ്മെൻറ്റ് വേർത്തിയായിട്ടുള്ളൊരു സംഭവം ഒരു കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന ആൾ തന്നെ അത് സംരക്ഷിക്കാനുള്ള വലയങ്ങളും ഒരുക്കും. അപ്പോൾ പലപ്പോഴും പലരും സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം സൂക്ഷിക്കാൻ എന്തെങ്കിലും കിട്ടിയാലല്ലേ നമുക്കത് സംരക്ഷിക്കാൻ തോന്നുക എന്നൊരു ചോദ്യമുണ്ട്. സാന്റിയാഗോനെ സംബന്ധിച്ചിടത്തോളം അവന് സംരക്ഷിക്കാൻ ഒരു അറിവുണ്ട്, ഒരു അനുഭവമുണ്ട്. അവൻ്റെ ആത്മാവിനെ സ്പർശിച്ചുകൊണ്ടുള്ള ഒരുപാട് മാജിക്കൽ എക്സ്പീരിയൻസുകൾ, സൂചനകൾ, ദൃഷ്ടാന്തങ്ങൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ദൃഷ്ടാന്തങ്ങളും സൂചനകളും ഉണ്ടാക്കിയെടുക്കാനുള്ള യാത്രയാക്കിയിട്ട് ഈ യാത്രയെ നമ്മൾ മാറ്റാം. അങ്ങനത്തെ മൊമെൻറ്റുകൾക്ക്, അത്തരം ദൃഷ്ടാന്തങ്ങൾ വെളിവാക്കുന്ന, അനുഭൂതികൾ സംഭവിക്കുന്ന, അത്തരം ലയനങ്ങൾ സംഭവിക്കുന്ന ഒരു നിമിഷമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും എന്നുള്ളതാണ്. നോക്കിയേ, പൗലോ കൊയ്ലോയുടെ വീക്ഷണത്തിൽ ഒരു മൂന്നാമനായി ഇതൊക്കെ നോക്കി കണ്ടതുകൊണ്ട് പൗലോ കൊയ്ലോയ്ക്ക് ഇത്ര വിശദീകരിച്ച് സാന്റിയാഗോനെ എഴുതാൻ വേണ്ടി പറ്റി. പക്ഷെ സാന്റിയാഗോ എന്നൊരു കഥാപാത്രം ശരിക്കും ഉണ്ടായിരുന്നെങ്കിൽ സാന്റിയാഗോയുടെ ഈ ജീവിതം പറയാൻ പറഞ്ഞാൽ സാന്റിയാഗോ പറയാം എനിക്ക് പറയാൻ പറ്റൂല എന്ന് മാത്രമാണ്. കാരണം അത് അവൻ്റെ അനുഭവമാണ്. ആ അനുഭവത്തിൽ നിന്നും പറയുന്നതിനൊരു പരിമിതി ഉണ്ടായിരിക്കും. നമുക്കങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത അനുഭവ തലങ്ങൾ ഉണ്ടാകണമെന്നുള്ളതാണ്. അതിനുള്ള അന്വേഷണമാക്കി മാറ്റണം നമ്മുടെ ജീവിതത്തിന്. അതിന് എവിടെയെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ വീണ്ടും കിട്ടിയ ചില മൊമെൻറ്റുകൾ ഉണ്ടായിരിക്കും.
അതിലൂടെ ഒന്നുകൂടി നിങ്ങൾ സഞ്ചരിക്കുക എന്നുള്ള. സത്യം എപ്പോഴും കാവ്യാത്മകമായിട്ടേ വരുള്ളൂ. സത്യം എപ്പോഴും ഒരു വരിയോ രണ്ട് വരിയോ ഒരു വാചകമോ ഒക്കെ ആയിട്ട് വരുള്ളൂ. അത്തരം കുറഞ്ഞ മൊമെൻറ്റിൽ സ്പാർക്കുന്ന സത്യം പോകും. കുറേ നേരമൊന്നും സത്യം എന്ത് ചെയ്യില്ല, നമ്മളെ കൂടെ ഇരിക്കില്ല എന്നുള്ളതാണ്. പിശാചിന് നമ്മളെ കൂടെ കുറേ നേരം ഇരിക്കണം. കാരണം കൗൺസിൽ ചെയ്ത് ഒരു ഭാഗത്താക്കിയെടുക്കണം. പിശാച് കൗൺസിലറാണ്. എന്നാൽ ദൈവത്തിൻ്റെ മാലാഖമാർ കുറേ നേരം ഒന്നും കൗൺസിലിംഗ് ചെയ്യില്ല. അവരൊരു നിമിഷത്തിലേക്ക് വന്നിട്ട് ഒരു വെളിച്ചം തന്ന്, ഒരു സൂചന തന്ന്, അതിങ്ങനെ അല്ലാട്ടോ, ദിസ് ഈസ് ഇറ്റ്, ഓക്കെ ഡൺ, അവർ പോയിട്ടുണ്ടായിരിക്കും. കാരണം ട്രൂത്തിനാണ് എപ്പോഴും പവർ കൂടുതൽ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം മൊമെൻറ്റുകളെ നമ്മൾക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റാന്നുള്ളതാണ്. അതിനാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത്. സത്യവുമായിട്ട് വെളിച്ചത്തിൻ്റെ സന്ദേശവുമായിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നു. അവരിവിടെ വെളിച്ചത്തെപ്പറ്റി സത്യത്തെപ്പറ്റി പല കാലങ്ങളിലായിട്ട് പല യുഗങ്ങളിലായിട്ട് അതിനെ പറഞ്ഞു പോകുന്നു. അവർ പറഞ്ഞു വെച്ചത് ഒരു വരിയിലോ രണ്ട് വരിയിലോ ഒക്കെ ആയിട്ട് ഓരോരുത്തരിലേക്ക് ഇങ്ങനെ അവർ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നു. ആ ഒരു വരിയിലും അര വരിയിലും അര കഷ്ണത്തിലും അര വെളിച്ചത്തിലും ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോയതിന് ഊതിക്കെടുത്താനായിട്ട് ചുറ്റിലും കുറേ മനുഷ്യരൂപത്തിലുള്ള കുറേ ആൾക്കാരുണ്ടായിരിക്കും. അവർ വന്നിട്ട് അതിനെതിരായിട്ട് ആവർത്തിച്ച് ഊതിക്കെടുത്താൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഇന്നത്തെ കാലത്ത് നിങ്ങൾ മീഡിയ തുറന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ന്യൂസാണോ കൂടുതൽ കാണാൻ, നെഗറ്റീവ് ന്യൂസാണോ? ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വാർത്തകളാണ്. ഏറ്റവും കൂടുതൽ ക്ലിക്ക് ബൈറ്റ് കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള വാർത്തകൾക്കാണ്. അതിൻ്റെ ഒതൻറ്റിസിറ്റി പോലും ചെക്ക് ചെയ്യാൻ ആളുകൾക്ക് സമയമില്ല എന്നുള്ളതാണ്. 100 നന്മകൾ ചെയ്ത ഒരാളുടെ ഒരൊറ്റ കുറവുണ്ടെങ്കിൽ അതിനൊരു ക്ലിക്ക് ബൈറ്റ് വെച്ചിട്ട് എങ്കിൽ അതോടുകൂടി അവർ കംപ്ലീറ്റ്ലി അതായി മാറി എന്നുള്ളതാണ്. അത്തരം സമയം മാത്രമേ സത്യത്തിന് എത്ര വലുതാണെങ്കിലും കുറച്ച് സമയം മാത്രമേ സത്യത്തിന് സത്യമായിട്ട് നിലനിർത്താൻ നമ്മുടെ മനസ്സിന് പറ്റുള്ളൂ. കാരണം മനസ്സ് കൂടുതലായിട്ടും ഇതിനപ്പുറത്തേക്കുള്ള സംശയത്തിലേക്കും അതുപോലെ തന്നെ ഭയത്തിലേക്കും ചേർന്നിരിക്കുന്നതാണ്. ഈ മൈൻഡിനെ നമ്മൾ പറയൽ തന്നെ 4th ഡയമെൻഷൻ എന്നാണ്. ഈ 4D എന്ന് പറഞ്ഞാൽ 3D 4D 5D. 3Dയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ല. കാരണം പറഞ്ഞാൽ അവരൊരു കുഞ്ഞു ലോകത്തിൽ അവരറിഞ്ഞ കുറേ കാര്യങ്ങൾ സത്യം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ശരിക്കും ട്രൂത്ത് എന്താണെന്നൊന്നും അറിയണ്ട. അതുകൊണ്ട് അതുമായിട്ട് കഷ്ടപ്പെട്ട് അങ്ങനെ പോയിക്കോളും. അതിനുള്ളിൽ അങ്ങനെ ബുദ്ധിമുട്ടി അവർ പോയിക്കോളും. അത് ദാരിദ്ര്യമാണെങ്കിൽ, അത് ഗിൽറ്റ് ആണെങ്കിൽ, അത് ബ്ലെയിമാണ്, എന്താണെങ്കിലും അത് അങ്ങനെ തന്നെയെന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞു പോയിക്കോളും. വേറെ ഒന്നുമില്ല. അവർക്ക് എന്താണ് ട്രൂത്ത് എന്ന് അറിയാന്നുള്ള തോട്ട് പോലും ഇല്ല. എന്താണ് ട്രൂത്ത്, എന്താണ് ലൈഫിൻ്റെ മീനിങ്, എന്താണ് ഞാൻ, എന്തിനാണ് ജീവിക്കുന്നത്, എങ്ങനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻസിലേക്ക് എത്താൻ പറ്റും, എങ്ങനെയാണ് യൂണിവേഴ്സ് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഞാനും നീയൊക്കെ ഇവിടെ കോ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ അവൻ 3D നിന്ന് മാറിയ ഒരാളാണ്. അവൻ 4Dയിലേക്ക് പോകും. അവൻ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേക്ക് 3Dയിലുള്ള കുറേ ആൾക്കാർക്ക് നീ ഭയങ്കര ഫിലോസഫി ആയല്ലോ, നീ ഭയങ്കര സംഭവമല്ലോ, അങ്ങനെയല്ലോ. വേദമാണ് ഏറ്റവും വലിയ ഫിലോസഫി. അപ്പോൾ വേദം ഒരാൾ പാരായണം ചെയ്യുന്നു, വേദത്തിൻ്റെ 1-2 വചനങ്ങളെപ്പറ്റി ചർച്ചാ വിഷയമാക്കുന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ പോയിട്ട് ചോദിക്കുക, നിങ്ങൾ ഭയങ്കര ഫിലോസഫി ആയല്ലോ എന്ന്. അപ്പോൾ നമ്മൾ നിങ്ങൾ ഭയങ്കര വിശ്വാസമായി എന്നുള്ളതാണ്. ഒരു ഫിലോസഫറും വിശ്വാസിയും ബിലീവർ എപ്പോഴും ചേർന്ന് നിൽക്കുന്നുള്ളതാണ്. അപ്പോൾ അതിന് വേറെ തലം. എനിവേ ഇത്തരത്തിലുള്ള ചിന്തകൾ ഒരാളുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെ 4th ഡയമെൻഷൻ എന്ന് പറയുന്നത് മൈൻഡിൻ്റെ റെലമിലേക്ക് അവൻ ഉയർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു കോമൺ ഹ്യൂമൻ റെലമിൽ നിന്ന് അവനൊരു മൈൻഡ് റെലമിലേക്ക് ഉയർന്നു കഴിഞ്ഞു, അന്വേഷണത്തിൻ്റെ വഴിയിലേക്ക് അവൻ ഉയർന്നു കഴിഞ്ഞു. ഇവിടെ പോയി കോൺഫ്ലിക്റ്റ് ആയിരിക്കും. അതാണോ ഇതാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, ഇവിടെ ഒന്ന് പറയും അവിടെ വേറൊന്ന് പറയും, ഇവിടെ ഇങ്ങനെ പറഞ്ഞു, ഈ പറഞ്ഞാൽ ഇപ്പുറത്തെത്തുമ്പോഴേക്ക് മാറി പറഞ്ഞു, ഇങ്ങനെ കൺഫ്യൂസിങ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അസോസിയേറ്റ് ചെയ്ത സമയത്ത് ഒരാൾ 3Dയിലാണോ 4Dയിലാണോ നമ്മൾ നോക്കണം. 3Dയിലുള്ളവരെക്കാളും കൂടുതൽ തലവേദന ആയിരിക്കും 4Dക്കാർ. കാരണം ഇവർ ഇങ്ങനെ തെന്നി പറഞ്ഞുകൊണ്ടിരിക്കും. ഗൈഡ് ടോക്കിലൊന്നും പോയിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയും. അടുത്ത ആഴ്ച ഫസ്റ്റിന് ഗൈഡ് ടോക്കിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത് കേട്ടിട്ട് ഗൈഡ് ടോക്കിന് വരാതിരുന്ന ആൾ ചിലപ്പോൾ ഇത് ഗ്ലിംസ് കാണുമ്പോഴായിരിക്കും നിങ്ങളെ കയ്യിൽ കണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആയി എനിക്ക് പെട്ടെന്ന് മൂടായപ്പോൾ ഞാൻ കയറിയതെന്നൊക്കെ പറയും. ഈ രീതിയിലായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ 4Dയിലുള്ളവർ ഗതി കിട്ടാതെ അലയുന്ന ആത്മാക്കളെ പോലെയാണ് ഇവർ. ഈ ട്രാക്ക് തേടി നടക്കുകയാണ് അവർ, ഈ ഓറിയൻറ്റേഷൻ ചെക്ക് ചെയ്ത് നടക്കുകയാണ് അവർ. ഒരു ഓർബിറ്റ് കിട്ടാൻ, എവിടെയെങ്കിലും ഒന്ന് ഉറയ്ക്കാനായിട്ട് ഇങ്ങനെ ത്വരയിലേക്ക് ഇവർ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ ഈ ഗതി കിട്ടാതെ അലയുന്ന ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് അവർ അലഞ്ഞ് അവസാനം അലിഞ്ഞ് തിരിയണം. അതുവരെ അവർ അലഞ്ഞുകൊണ്ടിരിക്കും. ഈ അലയുന്ന സമയത്ത് പോയിട്ട് നമ്മൾ ആ സൈഡിൽ പോയി കഴിഞ്ഞാൽ നമ്മളും ഉലയാൻ തുടങ്ങും. അതുകൊണ്ട് 4Dയിലുള്ളവരിട്ട് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പാടില്ല. വി നീഡ് ഡിസ്കഷൻ വിത്ത് ദ 5D പീപ്പിൾ. 5D പീപ്പിൾ എന്ന് പറയുന്നത് അവർ ഉറച്ചവരാണ്. ദേ ഹാവ് പൊസിഷൻഡ് ദെയർ ഓർബിറ്റ് എന്നുള്ള, അവർ ആ ഓർബിറ്റിൽ പൊസിഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, അവർ ഒന്ന് നോക്കി അത് റെഡിയല്ല, ഇത് നോക്കി അത് റെഡിയല്ല, എന്നാൽ ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് അലഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിത് ഫിക്സ് ചെയ്യാൻ പോകുന്നതിനിടെ പോയിട്ട് ഇവരോട് അഭിപ്രായം ചോദിക്കാൻ പാടില്ല. ഈ 4Dയിലുള്ള ആൾക്കാർ ലോകത്തിന് ചെയ്യേണ്ട ഏറ്റവും നല്ല ഗുണം എന്ന് പറഞ്ഞാൽ അവരാർക്കും അഭിപ്രായം കൊടുക്കാതിരിക്കുക എന്നുള്ളത്. കാരണം അവരെ അലച്ചിൽ കഴിഞ്ഞിട്ടില്ല, അവരെ തിരച്ചിൽ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അലയലിൻ്റെ ഇടയിൽ എല്ലാവരും കൂടി പിടിച്ചിട്ട് അവർ ഉലച്ച് നടത്തിക്കൊണ്ടിരിക്കുക. അവിടെ വളരെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ 4th ഡയമെൻഷനിൽ നമുക്ക് കോൺഫ്ലിക്റ്റ് തോട്ടുകൾ കൂടുതലായിരിക്കും. ബിക്കോസ് നമ്മൾ 5th Dയിലേക്ക് എത്താനായിരിക്കുകയാണെങ്കിൽ 5th Dയിലേക്കുള്ള പ്രയാണം തുടങ്ങിയിരിക്കുകയാണെന്നുള്ള. അപ്പോൾ ഈ 5th ഡയമെൻഷനിൽ എത്തുമ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള
ഫിഫ്ത്ത് ഡയമെൻഷൻ എന്നാണ് ദ ഡൈമെൻഷൻസ് ഓഫ് ദ എനർജി, ദ ഡയമെൻഷൻസ് ഓഫ് ദ സോൾ, ദ ഡയമെൻഷൻ ഓഫ് ദ ട്രൂത്ത്, ദ ഡയമെൻഷൻ ഓഫ് ദ ഫ്ലോ, ഡയമെൻഷൻ ഓഫ് ദ ഈസിനെസ്, ക്ലാരിറ്റി തുടങ്ങി എല്ലാം കിടക്കുന്നത് അവിടെയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ഈ ഫിഫ്ത്ത് ഡയമെൻഷനും ഫോർത്ത് ഡിയിലുള്ളവർക്ക് ഇതിൻ്റെ ക്ലാരിറ്റി ഇങ്ങനെ കിട്ടും. ആ മൊമെൻറ്റിൽ ആൾക്ക് ഫിഫ്ത്തിലേക്ക് ഇങ്ങനെ ചാടാൻ ഇങ്ങനെ തോന്നും, റെഡി ആയിട്ട് നിൽക്കും. പക്ഷേ കുറച്ച് സമയം ഫിഫ്ത്ത് ഡയമെൻഷണൽ ക്ലാരിറ്റി നിൽക്കുള്ളൂ. അതങ്ങ് പോകുമ്പോഴത്തേക്ക് വീണ്ടും അവർ ഫോർത്തിൽ തന്നെ കിടന്നിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ടാസ്കുകളൊക്കെ ചെയ്യേണ്ടി വെച്ചാൽ ടാസ്കുകളൊക്കെ ചെയ്യേണ്ട, പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ടാസ്ക് ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഒന്നും വർക്കൗട്ട് ആവില്ല. പിന്നെ കുറേ കഴിഞ്ഞാൽ കുറേ മാറ്റമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാനത് മറന്നുപോയതാണ്, സംഭവം എന്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാണ്. ഈ തുടങ്ങിയിട്ട് കോൺഫ്ലിക്റ്റ് സ്റ്റേറ്റ് ആണ് ആക്ച്വലി 4D എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഫിഫ്ത്ത് ഡിയുടെ മൊമെൻറ്റുകൾ കുറച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സത്യത്തെ മുറുകെ പിടിക്കുക. അത് മുറുകെ പിടിക്കാനാണ് മെൽഷിഡേക്ക് രാജാവ് ഫോർത്ത് ഡിയിലൂടെ 3Dയിൽ നിന്നും സാധാരണ ആട്ടിടനായ ഒരു ചെക്കൻ ഫോർത്ത് ഡി ആകുന്ന അന്വേഷണ യാത്രയിലൂടെ ഫിഫ്ത്ത് ഡി ആകുന്ന നിധിയിലെത്താൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച സമയത്ത് അവനെ വഴിയിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഫിഫ്ത്ത് ഡയമെൻഷൻ്റെ ചില കാര്യങ്ങൾ കാണിച്ചു കൊടുത്തത് മെൽഷിഡേക്ക് രാജാവ്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ള സമയത്ത് ആഗ്രഹവും നിധിയൊക്കെ തേടി മുന്നോട്ട് പോകുന്ന ആൾക്കാർ അവർ ആ നിധിക്ക് അടുത്തേക്ക് എത്തിയിട്ട് ഏതെങ്കിലും പോയിന്റിൽ അവർ ക്വിറ്റ് ചെയ്യുന്നു തോന്നിയാൽ വീണ്ടും ഞാൻ പ്രത്യക്ഷപ്പെടും, ചെറുതായിട്ട് 5D കർട്ടണം തുറന്നു കൊടുക്കാൻ എന്നിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റിൽ പോവും, അവിടെ എത്തുമ്പോഴേക്ക് ഇതൊന്നും നടക്കൂല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിങ്ങനെ പോകും. പക്ഷെ തിരിച്ചു പോകാനും പറ്റൂല, തിരിച്ച് പിറകോട്ട് പോകാനും പറ്റൂല. കാരണം പിറകോട്ട് പോയി വീണ്ടും ഇങ്ങനൊന്നും അല്ലല്ലോ, ഇതിങ്ങനൊന്നും അല്ലല്ലോ, വീണ്ടും തിരിച്ചു വരും, വീണ്ടും തിരിച്ചു വരും, വീണ്ടും തിരിച്ചു വരും. കാരണം അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ നമ്മുടെ ജീവിതത്തിൽ മെൽഷിഡേക്ക് രാജാക്കന്മാർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവരറിയാതെ നമ്മൾ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആവർത്തിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സറണ്ടർ ചെയ്യലല്ലാതെ വേറെ ഓപ്ഷൻ നമുക്കില്ല. സോ സറണ്ടർ കംപ്ലീറ്റ്ലി ടു ദാറ്റ് കോൾ നമ്മുടെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്ന ഇന്നർ കോളിലേക്ക് പരിപൂർണമായി സമർപ്പിച്ചിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ ഇന്ന് നാളെ മറ്റന്നാൾ എന്ത് സംഭവിക്കും എന്നുള്ളതല്ല, ഇത് കുറച്ചൊക്കെ ഇതേ യാത്ര ഞാൻ തുടർന്ന് കഴിയുമ്പം കളക്റ്റീവായിട്ട് എന്ത് സംഭവിക്കാൻ പോകുന്ന കളക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഓരോ സെക്കൻഡിലെ റിസൾട്ടിലേക്ക് നോക്കിയിരിക്കുക എന്ന് പറയില്ല, അതിന് പറഞ്ഞ പേരാണ് വസ്വാസ് എന്ന് പറഞ്ഞത്, അതിന് പറഞ്ഞ പേരാണ് പൈശാചികം തന്നെ. അപ്പോൾ ഇങ്ങനെ പറയും ഇത് റെഡി ആയില്ലല്ലോ, ഇത് റെഡി ആയില്ലല്ലോ, ഇത് റെഡി ആയില്ലല്ലോ. റെഡി ആവാത്ത 100 കാര്യങ്ങൾ നോക്കിയിരുന്നിട്ട് റെഡി ആവാതെ പോയ വലിയൊരു കാര്യം ഉണ്ടായിരുന്നു, അത് നോക്കിയിരുന്നുകൊണ്ട് മാത്രമാണ് നഷ്ടപ്പെട്ടത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ വീണ്ടും സത്യം മാറി നിൽക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും 100 കാര്യങ്ങളായിരുന്നില്ല റെഡി ആകേണ്ടിയിരുന്നത്, പക്ഷെ തുടർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വർക്കൗട്ട് ആവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് ഞാൻ വിട്ടുപോയി എന്നുള്ളതാണ്. ഇതാണ് റൂമിയുടെ ഒരു കോട്ടിൽ പറഞ്ഞിട്ട് നെവർ മിസ് ദ മൂൺ വൈൽ കൗണ്ടിങ് ദ സ്റ്റാർസ്. നക്ഷത്രങ്ങളെ എണ്ണി തിട്ടപ്പെടുത്തുന്നതിനിടയിൽ നിങ്ങൾ ചന്ദ്രനെ നഷ്ടപ്പെടുത്താതിരിക്കുക, മൂണിനെ നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപേണ റിപ്പീറ്റ് ദോസ് എക്സ്പീരിയൻസസ് വിച്ച് മെയ്ഡ് യു എക്സ്പീരിയൻസ് ദാറ്റ് എക്സ്റ്റസി, ദാറ്റ് ഓപ്പണിങ്. ആൽക്കമിസ്റ്റ് സ്റ്റോറി കേട്ടവരുണ്ടെങ്കിൽ അതിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടായ ചില സ്പാർക്ക് ഉണ്ടായിരിക്കും, ചില മൊമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഒന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് ആ ക്ലാരിറ്റിയിൽ കിട്ടി നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, ആ പേൻ എടുക്കുന്നതിലും പിടിക്കുന്നതിലുണ്ടായിരിക്കും ഇത് സത്യമാണ്, ഇത് സത്യമാണ്. ചിലപ്പോൾ കേട്ടിരിക്കുമ്പോൾ ഗൂസ് ബംസ് അടിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരം പറയും ദിസ് ഈസ് ട്രൂത്ത്, ദിസ് ഈസ് ട്രൂത്ത്. നമ്മളുടെ ഇമോഷൻസ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ചിലപ്പോൾ കണ്ണൊക്കെ അങ്ങനെ നിറഞ്ഞു പോകുന്ന ചില മൊമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ദിസ് ഈസ് സംതിങ് ട്രൂ എന്ന് വരുന്ന ചില മൊമെൻ്റ് ഉണ്ട്. ഭയപ്പെടുത്തിയിട്ടോ സംശയിപ്പിച്ചിട്ടോ അല്ല ട്രൂത്ത് റിവീൽ ചെയ്യപ്പെടുന്നത്. ഈ രീതിയിലേക്ക് നമ്മൾക്ക് ഇൻഡിക്കേഷൻസ് തന്നുകൊണ്ട് നമ്മൾ ആ പേന പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സിലും എഴുതുമ്പോൾ ഉണ്ടാകുന്ന താളത്തിലും പോലും നമുക്ക് ഉറപ്പിച്ചിട്ടുണ്ടായി ദിസ് ഈസ് സംതിങ് ആക്ച്വലി ഐ നീഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചായിരിക്കും. ആ സമയത്ത് നമ്മുടെ ട്രൂത്തിൻ്റെ 5D വൈബ്രേഷനിലായതുകൊണ്ട് അത് ക്ലാരിറ്റിയുള്ള ഫ്ലാഷ് തോട്ടായിരുന്നു. പക്ഷെ ആ 5D മൊമെൻറ്റ് പോയിട്ട് പിന്നെ നമ്മൾ ചിലപ്പോൾ അത് തുറന്നു നോക്കിയിട്ടുണ്ടാകും, ചിലപ്പോൾ നോക്കുമ്പോൾ ഒന്നും ഫീൽ ചെയ്യൂല എന്നുള്ള. അപ്പോൾ അന്ന് ഫീൽ ചെയ്തതും ഇപ്പോൾ അത് ഫീൽ ചെയ്യാതിരിക്കുകയാണ്. കാരണം ഈ എഴുതി വെച്ചത് സത്യമല്ലായിട്ടല്ല, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ആ 5th ഡയമെൻഷണൽ ക്ലാരിറ്റി വൈബ്രേഷനിൽ എത്തി നോക്കുമ്പം നമുക്ക് മനസ്സിലാവും ഇത് എന്നോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും അതിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരും, ഇതെന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഒരു സീക്കേഴ്സ് ജേണി എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയാണ് ഒരു സീക്കറിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയാണ് ഒരു അന്വേഷിയുടെ യാത്ര എന്ന് പറഞ്ഞാൽ. ആരാണ് ഈ അന്വേഷി എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ജനിച്ചു വീണ എല്ലാവരും, ഈ പ്രപഞ്ചത്തിൽ ജനിച്ചു വീണ എല്ലാവരും ആക്ച്വലി അന്വേഷി തന്നെയാണ്. അത് മനുഷ്യർന്ന് മാത്രമല്ല, ഇവിടെയുള്ള സർവ്വചരാചരങ്ങളും അന്വേഷി തന്നെയാണ്. സൃഷ്ടിയുടെ ഏക ദൗത്യം എന്ന് പറയുന്നത് സൃഷ്ടാവിലേക്ക് എത്തുക, സൃഷ്ടാവിനെ അറിയുക, സൃഷ്ടാവിനെ അന്വേഷിക്കുക എന്നുള്ളതാണ്. ഞാൻ എവിടെ നിന്നുണ്ടായി, ഞാൻ എങ്ങനെ ഉണ്ടായി എന്നത് അറിയുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇന്നർ സോൾ കോൾ എല്ലാവർക്കും ഉള്ളിലുണ്ട്. അതിന് റീസൺ ചെയ്യാനായിട്ട്, അതിന് ഉത്തരം ചെയ്യാനായിട്ട് ഇവിടെ ജീവിതം സെറ്റ് ചെയ്തിരിക്കുന്നു. ജീവിതം എന്ന പസിൽ ശരിക്ക് അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതമാകുന്ന നിധിയും കിട്ടും, അതിനപ്പുറത്തേക്ക് ജീവിതമാകുന്ന നിധിക്ക് മീതെ നിധിയായിട്ടുള്ള ജീവൻ എന്ന നിധിയും കിട്ടും. കാരണം ജീവൻ എന്നതാണ് ജീവിതത്തിൽ കിട്ടുന്ന എല്ലാ സന്തോഷമാകുന്ന നിധിയുടെയും അടിസ്ഥാനം ജീവനാണ്.
അപ്പോൾ ജീവനെ കൈവശപ്പെടുത്തുക, ജീവനെ കൈമുതലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ്റെ ബോധം നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. കണ്ണുകൊണ്ട് എൻ്റെ മക്കളെ കാണുമ്പോൾ ജീവിതം എനിക്ക് കുളിർമയുള്ള കാഴ്ചയുള്ള മക്കളെ തന്നിരിക്കുന്നു, അത് കാണുന്നു, സന്തോഷിക്കുന്നു നമ്മൾ. കാതുകൊണ്ട് മക്കൾ അച്ഛ, അമ്മ, ഉമ്മ, ഉപ്പ എന്ന് വിളിക്കുന്ന സമയത്ത് കാതുകൊണ്ട് ജീവിതം തന്ന സമ്മാനത്തെ നമ്മൾ കാതുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കണ്ണും കാതും ജീവനുള്ളത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുമ്പോൾ ജീവനെ അറിയാമെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ജീവനാണ് എനിക്ക് കാഴ്ചയായി കേൾവിയായി ഇതൊക്കെ അനുഭവിച്ചു തന്നതെങ്കിൽ എൻ്റെ ജീവനെ ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ആ ദൈവത്തെ എൻ്റെ ജീവൻ്റെ ജീവൻ എന്ന് പറയുന്നതിന് അർത്ഥം ഉണ്ടാവുന്നത് ഈ ജീവനെ തന്ന നീ ഈ ജീവനെ സൃഷ്ടിച്ച നീ എത്ര വലിയ ജീവനാണ് ദൈവമേ എന്ന് ചിന്തിക്കുമ്പം ജീവൻ്റെ ജീവനായ ദൈവത്തിലൂടെ എൻ്റെ ജീവൻ്റെ ജീവനെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന മക്കളെ കാണുന്നു, മറ്റുള്ളതിനെ കാണുന്നു, ജീവിതത്തെ കാണുന്നു, ഇങ്ങനെ എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ജീവനെ അറിയുക എന്ന ദൗത്യം കൂടി അവിടെ പൂർത്തീകരിക്കപ്പെടുക എന്നുള്ളതാണ്. ഏതായാലും ഒന്നുകൂടി പൊടി തട്ടിയെടുത്തിട്ട് അന്വേഷണങ്ങളിലൂടെ തുടർന്നു പോകുക എന്നുള്ളത്. അപ്പോൾ പല ആൾക്കാരും ഞാൻ പറയാറുണ്ട്, നമ്മളെ ഏഷ്യൻ ടോക്സിലേക്ക് ചിലർ വരാൾ ഈ ആൽക്കെമിസ്റ്റ് കണ്ടിട്ട് വന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറയും ആൽക്കെമിസ്റ്റ് വീണ്ടും ഒന്ന് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ലേ, അത് കണ്ടു കഴിഞ്ഞില്ലേ, അങ്ങനെയല്ല, വന്ന വയലോട് ഒന്നുകൂടി പോയി നോക്കണം. ഒരു 10 days ബാക്ക് ഞാൻ എവിടുന്നായിരുന്നു എനിക്ക് ഇത്തരം ചിന്തകളിലേക്ക് എൻ്റെ ലൈഫിൽ ഹ്യൂജ് ട്രാൻസിഷൻ നടന്ന് ഞാൻ ആ സ്ഥലത്തൂടെ ഒന്നുകൂടി ഒരു ദിവസം രാത്രി വീണ്ടും ഒക്കെ നടന്ന് ഈ കുറച്ച് ദിവസം മുന്നേ ഞാൻ വെറുതെ എനിക്കായിട്ട് കൊടുത്തൊരു ടാസ്ക്കാണ്, അതിലൂടെ ഒക്കെ നടന്ന് ആ വഴിയൊക്കെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പൊടി തട്ടി ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ മറന്നുപോയ കുറേ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ കിട്ടി. ഓ മൈ ഗോഡ്, ഇതൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഈ വഴിയിലൂടെ വന്നപ്പം, ഞാൻ പണ്ട് താമസിച്ച സ്ഥലങ്ങൾ അതിലൂടെയൊക്കെ ഞാൻ നടന്നു. അപ്പോൾ ഐ ഗോട്ട് ലോട്ട്സ് ഓഫ് കണക്ഷൻസ്, ലോട്ട്സ് ഓഫ് സിങ്ക്രോണിസിറ്റീസ്, ലോട്ട്സ് ഓഫ് റിയലൈസേഷൻസ് എന്നല്ല. അപ്പോൾ അതിലൂടെ വീണ്ടും വീണ്ടും ഒന്ന് പോയി നോക്കണം നമ്മൾ, നല്ലതാണ്. വന്ന വഴിയെ വീണ്ടും 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 നടക്കുക, അത് നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി തരുന്നുള്ളതാണ്. അടുത്ത വീക്കിൽ വീണ്ടും കാണാം അടുത്തൊരു നല്ല ഡെപ്തിലുള്ള ടോപ്പിക്കുമായിട്ടും. August 16 നമ്മുടെ റൂമി നൈറ്റ് എന്ന പ്രോഗ്രാം. അപ്പോൾ റൂമി നൈറ്റ് പൊതുജന താല്പര്യാർത്ഥം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. റൂമി വിസ്ഡംസ് ഒക്കെ എല്ലാവർക്കും ഒന്ന് ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പോൾ 16 വരാനുള്ളവരൊക്കെ ഇപ്പോൾ തന്നെ റെഡി ആയിക്കോളൂ. ഒരു 4 hour നല്ല രസകരമായിട്ടുള്ള വിസ്ഡംസും പാടലും പറയലും മുഴുകലും ലയിക്കലും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു സോൾ വൈബ്രേഷൻസ് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ പ്രോഗ്രാമാണ്. ചിലർ അതിൻ്റെ വിഷ്വൽസ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ വരുന്നവരുണ്ടെങ്കിൽ വരാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ മന്തും ചെയ്യണം എന്നാണ് ആഗ്രഹം. വിൽ ട്രൈ അവർ ബെസ്റ്റ് ടു റൺ ഇറ്റ് ഇൻ ഓൺ മന്ത്. എല്ലാ മന്തിലും റൺ ചെയ്യാൻ വേണ്ടി നോക്കാം എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഒരിക്കലും നിങ്ങൾ വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആൽക്കെമിസ്ട്രി എന്ന് പറഞ്ഞ പ്രോഗ്രാം. അപ്പം ആൽക്കെമിസ്റ്റ് ഞാൻ ഇന്ന് സംസാരിച്ചതിൽ കുറേ ആൽക്കെമിസ്റ്റ് ഉണ്ടായിരിക്കും, ഇന്നല്ല എപ്പോഴും സംസാരിക്കുന്നതിൽ ഉണ്ടായിരിക്കുന്നില്ലാണ്, കാരണം ആൽക്കെമിസ്റ്റ് ഒരു ട്രൂത്താണ്. അപ്പോൾ ആൽക്കെമിസ്റ്റിലെ ആ വിസ്ഡംസും പലരും ചോദിച്ചിരുന്നു ആൽക്കെമിസ്റ്റ് ഒന്നുകൂടി സ്റ്റോറി ടെല്ലിംഗ് വെക്കുമെന്ന്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ആൽക്കെമിസ്റ്റിനെ കുറച്ചുകൂടി അടുത്ത ലെവലിലേക്ക് കുക്ക് ചെയ്തൊരു പ്രോഗ്രാമാണ് ആൽക്കെമിസ്ട്രി. അപ്പോൾ ഈ മന്ത് 24 ആൽക്കെമിസ്ട്രി ഇവൻ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ മിസ്റ്റിക്കൽ സയൻസ്, അതായത് മിസ്റ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഈ ട്രൂത്ത് അന്വേഷിച്ച് പോയ കുറേ ആൾക്കാരുണ്ട്. നല്ല രസം വരെ പഠിച്ചാലേ, ബുദ്ധന്, അതുപോലെ തന്നെ ഗസാലി, അങ്ങനെ തുടങ്ങി കുറേ ആൾക്കാരുണ്ട്. ഒരേ ലൈനിൽ വരുന്ന കുറേ ആൾക്കാരുണ്ട്. റൂമി, തെബ്രീസി, ഇങ്ങനെ തുടങ്ങി ഇഷ്ടം പോലെ രസകരമായിട്ടുള്ള ആ ട്രൂത്തിനെ അൺഫോൾഡ് ചെയ്ത കാലഘട്ടങ്ങൾക്കനുസരിച്ച് ദേശഭാഷകൾക്കപ്പുറത്തേക്ക് ട്രൂത്തിനെ അൺഫോൾഡ് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഫൈൻഡിങ്സും ഇന്ന് സയൻസ്, ന്യൂറോ സയൻസ്, ക്വാണ്ടം സയൻസ് ഒക്കെ എങ്ങനെയാണ് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൽക്കെമിസ്റ്റിൻ്റെ കൂടി ബേസിസിൽ കമ്പൈൻ ചെയ്ത് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ആൽക്കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ. അപ്പോൾ കോഴിക്കോട് വെച്ചിട്ട് തന്നെ ആ പ്രോഗ്രാം വെന്യൂ നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല, കാലിക്കറ്റിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിനോട് ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ ഈ സ്റ്റാർസിനൊക്കെ നോക്കിയിരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ കടൽ നോക്കിയിരിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, ഇതേപോലെ തന്നെ മിസ്റ്ററീസിൻ്റെ പിറകെ പോകാൻ, മിസ്റ്ററീസ് ഇൻ ദ സെൻസ് നിഗൂഢശാസ്ത്രമാകുന്ന ചില സാധനങ്ങളുണ്ട്, ഓജോ ബോർഡ് അങ്ങനത്തെ ആയിട്ടല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ലൈറ്റിൻ്റെ സീക്രട്സ് അന്വേഷിച്ച് പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഫുൾ മൂൺ സിറ്റിങ്ങിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ മൂണിൻ്റെ സീക്രട്ട്, സ്റ്റാറിൻ്റെ സീക്രട്ട്, നിങ്ങൾക്ക് ചെറിയ പ്രായം മുതലേ അതിനോടൊക്കെ ഭയങ്കര അട്രാക്ഷനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും തോന്നലല്ല, അതിലൊരു കോളുണ്ട്, അതിലൊരു ഇന്നർ കോളുണ്ട്. ചില ആൾക്കാരുണ്ടായിരിക്കും പോയിംസ് ഭയങ്കര ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ ചില കോഡ്സിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ ഒരു ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, എനിക്ക് ഈ മഹദ്വചനങ്ങളോട് ഭയങ്കര താല്പര്യമായിരുന്നു. ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു തവണ ഒരു കോട്ട് കണ്ട എൻ്റെ മൈൻഡിൽ നിൽക്കും. പിന്നെ എനിക്കത് എഴുതി വെക്കണ്ട, നോക്കണ്ടെന്നോ, ഒറ്റ തവണ കണ്ട മറ്റേ ഫോട്ടോ സ്കാൻ ചെയ്ത പോലെയാണ്, കോപ്പി എടുത്ത പോലെ ക്ലിക്ക് നിറങ്ങ് എടുക്കും ഞാൻ. ആ ഒരു പോഡിൽ അങ്ങനത്തെ ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഞാൻ പറയും നിങ്ങൾക്കുള്ളൊരു സെൽഫ് ആക്ച്വലൈസേഷൻ ആയിരിക്കും ആൽക്കെമിസ്ട്രി എന്ന് പറഞ്ഞാലും. അതുകൊണ്ട് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാനിപ്പോഴും അന്വേഷണത്തില്ല, ഐ എം സ്റ്റിൽ ഓൺ സീക്കിങ്. എന്ത് രസം അറിയോ ലൈഫ് ഇങ്ങനെ സീക്ക് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് നിൽക്കരുത്.
റൂമി പറയുന്നുണ്ട് ഇന്നലെ കണ്ട എന്നെ വെച്ചിട്ട് ഇന്ന് തന്നെ ഡിഫൈൻ ചെയ്യരുത്, ബിക്കോസ് ഞാൻ മൂണിൻ്റെ ഫേസ് പോലെയാണ് മാറിക്കൊണ്ടേയിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ സീക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും, ആ ഒരു എവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അന്വേഷണ യാത്രയാണ് ആൽക്കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് ഒരുമിച്ച് ചോദിച്ച് പോകാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ആൽക്കെമിസ്ട്രി. സോ ഡോണ്ട് മിസ് ദാറ്റ്. ദിസ് ഇസ് ഫോർ ദ ഫസ്റ്റ് ടൈം വി ആർ ഇൻട്രൊഡ്യൂസിങ്. അപ്പോൾ അതിൽ കംപ്ലീറ്റ്ലി ട്രഡീഷണൽ മിസ്റ്റിക്കൽ വിസ്ഡംസിൻ്റെ റെലിമിലാണ് പോണത്. കുറേ ട്രഡീഷണൽ ഡിഫറെൻറ്റ് സെക്റ്റിലുള്ള ഈ ഒരു അന്വേഷണത്തിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ ട്രൂത്തിലേക്ക് നയിക്കുന്ന കൈൻഡ് ഓഫ് എക്സ്പീരിയൻസുകളും സ്റ്റോറീസും ഒക്കെ അതിൽ വരുന്നുണ്ടെന്നുള്ളതാണ്. അതിന് മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാന്റിയാഗോയിലെ കൂടി റിലേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നല്ല രസമായിരിക്കും. നമ്മളെല്ലാവരും സാന്റിയാഗോ ആണ്. നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ മെൽഷിഡേക്ക് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ ആൽക്കെമിസ്റ്റ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉള്ളിലും ട്രഷർ ഉണ്ട്, ഒക്കെ ഉണ്ട്. എവ്രിതിങ് ലൈസ് വിത്തിൻ us. വി ആർ ദ യൂണിവേഴ്സ്. അപ്പോൾ ആ യൂണിവേഴ്സിലേക്ക് തന്നെ ഒരു ട്രിപ്പ് പോകലാണ് ആൽക്കെമിസ്ട്രി എന്ന് പറഞ്ഞത്. സോ ഡോണ്ട് മിസ് ദാറ്റ്. ആർക്കെങ്കിലും അത്തരം ഞാൻ ഈ പറഞ്ഞ പോയിൻ്റായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നെവർ മിസ് ദാറ്റ്, ബിക്കോസ് ദിസ് ഈസ് എ കോൾ ഫോർ യു. ഇറ്റ്സ് എ റിഫ്ലക്റ്റഡ് കോൾ ഫോർ യു. നിങ്ങളുടെ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കോളായിട്ട് ഈ വാക്കിനെ എടുക്കുക. ദെൻ കം ഫോർ ദാറ്റ് ആൻഡ് ലെറ്റ്സ് എക്സ്പ്ലോർ ആ മാജിക്കലായിട്ടുള്ള സംഭവം. ഓക്കെ, സോ ദാറ്റ്സ് ഈ 2 അനൗൺസ്മെൻ്റ് ആണുള്ളത്. പിന്നെ എല്ലാ മാസവും നടക്കുന്ന ഗൈഡഡ് കോഡ് വർക്ക്ഷോപ്പ് ഈ മാസമുണ്ട്. ഗൈഡഡ് കോഡ് പിന്നെ ഞാൻ പറയേണ്ട, നമ്മുടെ ടീമിൻ്റെ എൻട്രി പ്രോഗ്രാമാണ്. സോ ഒരിക്കലെങ്കിലും മസ്റ്റായിട്ട് അത് ചെയ്തിരിക്കണം എന്നുള്ള, കാരണം ഇതൊക്കെ അൺലോക്ക് ചെയ്യാനുള്ള, നമ്മളെ ഈ യാത്രകൾ മൊത്തത്തിൽ അൺലോക്ക് ചെയ്യാനുള്ള സാധനമാണ് ഗൈഡഡ് കോഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനിയും സമയം മാറ്റി വെക്കാതെ പെട്ടെന്നാക്കുക. കാരണം ഇപ്പോൾ നമ്മളെ ആപ്പിൻ്റെ വർക്ക് ഏകദേശം കഴിയും. അതോട് കൂടിയിട്ട് മിക്കവാറും എൻ്റെ ഗൈഡഡ് കോഡ് എന്നുള്ള പരിപാടി മാറും. ഞാൻ ആൽക്കെമിസ്ട്രിയിലേക്ക് മെല്ലെ ഇങ്ങനെ മാറിപ്പോകുന്നത്, ബിക്കോസ് എൻ്റെ റിസർച്ചൊക്കെ അതിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ടെന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് കാത്തിരുന്ന് സമയം മിസ്സാക്കാതെ മേക്ക് ഇറ്റ് ഓൺ ടൈപ്പിന് തന്നെ കാര്യങ്ങൾ എന്ത് ചെയ്താലും സ്റ്റെപ്പ് എടുത്തിട്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ കോച്ചസ് ഇവിടെ ഉണ്ട്, കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരെ ഒന്ന് അറിയിക്കാൻ ബാക്കി ഞാൻ ഗ്രൂപ്പിൽ നിന്ന് പറയും. കോച്ചസിൻ്റെ ഇയർലി സമ്മിറ്റ് നമ്മൾ ഈ വർഷത്തെ സെപ്റ്റംബറിലാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ കോച്ചസിനുള്ള സമ്മിറ്റ് എല്ലാ വർഷവും നമ്മൾ നടത്താറുണ്ട്. അപ്പം ഇപ്രാവശ്യം നമ്മൾ 2 ബ്ലെൻഡിലാണ് നടത്തുന്നത്. ഒന്ന് ഒരു പ്രൊഫഷണൽ ഒരു ഡിസ്കഷൻസും, മറ്റൊന്ന് ഇതേപോലത്തെ നമ്മൾ ഫ്ലെയിം ബേസ് ചെയ്ത് കുറച്ച് ഡീപ്പ് സ്പിരിച്വൽ ഡിസ്കഷൻസ് ആണ്. ഒരു സ്പിരിച്വൽ എലവേഷൻ എന്നുള്ള പോയിന്റിലുള്ള പ്രോഗ്രാം വരുന്നത്. ഇപ്പോൾ റെസിഡൻഷ്യൽ ആയിട്ടാണ് 2 days റെസിഡൻഷ്യൽ ആയിട്ടാണ് വരുന്നത്. സെപ്റ്റംബർ 20, 21, 22 3 ദിവസമായിട്ടാണ് കാലിക്കറ്റിലാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ റെസിഡൻഷ്യൽ ആയിട്ട് തന്നെ അറേഞ്ച്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ വരും, കോച്ചസിൻ്റെ ഗ്രൂപ്പിൽ വരും, കമ്മ്യൂണിറ്റി വരും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് അതിലൊരു ഫോമൊക്കെ ഫില്ല് ചെയ്യാണ്ട് വില്ലിംഗ് ആയിട്ടുള്ളവർ ആ ഫോം കറക്റ്റ് ഫില്ല് ചെയ്തിട്ട് മെൻറ്റേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കോച്ചസ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പേയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ഇയർലി സബ്മിറ്റാണ്. എല്ലാ വർഷത്തിലും ഒരിക്കൽ നമ്മൾ കോച്ചസ് എല്ലാവരും ഗ്യാദർ ചെയ്യണം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് GCTP ഡേയ്സിനെ റീക്രിയേറ്റ് ചെയ്യാനാണ്. റീക്രിയേഷൻ ഓഫ് ദ GCTP ഡേയ്സ്. അപ്പോൾ അതിൽ ഒരു ഭാഗത്ത് നമ്മൾ പ്രൊഫഷണൽ കുറച്ച് ആസ്പെക്ട്സ് പോകും, വേറെ ഭാഗത്ത് കംപ്ലീറ്റ്ലി സ്പിരിച്വൽ ആസ്പെക്ട്, നമ്മളെ ഫ്ലെയിം കാര്യങ്ങൾ, അതിനൊന്ന് പൊടി തട്ടിയെടുക്കൽ, അതിനൊന്ന് എലവേറ്റ് ചെയ്തതൊക്കെയാണ് വരുന്നത്. അത് 20th വരുന്നുണ്ട്. കോച്ചസ് അതിനും എന്തായാലും റെഡി ആയിട്ട് നിൽക്കാം. ബാക്കി നെക്സ്റ്റ് വീക്കിൽ പറയാം. അപ്പോൾ ഇത്രയും നേരം ക്ഷമയോടുകൂടി കേട്ടിരുന്നു എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞാനിവിടെ കുറച്ച് സമയം പ്രോഗ്രാംസ് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പറഞ്ഞാലും മാറിപ്പോവും. ഒരു ഭാഗത്ത് റൂമിനായിട്ട് വേറെ ഭാഗത്ത് റൂമിനായിട്ട് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു മൊമെൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാംസിനെ പറ്റിയിട്ട് അറിയേണ്ടവർക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുമെന്നുള്ളതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടത് ഏതാണോ ചൂസ് ചെയ്യുക, വരിക. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്.